പുരാണങ്ങളിലേക്ക് കണ്ണോടിച്ച് നോക്കിയാൽ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സത്യം എന്തെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞുപോയ കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും മനുഷ്യന് 60,000 വർഷം വരെ ആയുസ്സുണ്ടായിരുന്നത്ര. അങ്ങനെ 60,000 വർഷം വരെ ആയുസ്സുള്ളപ്പോൾ മോക്ഷം സിദ്ധിക്കാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് വർഷം ജീവിച്ചിരുന്ന് മക്കളും പേരക്കുട്ടികളും അവരുടെ പേരക്കുട്ടികളും ആയതിനു ശേഷം ഒടുവിൽ സന്യാസം സ്വീകരിച്ചുകൊണ്ട് ചുരുങ്ങിയത് ഒരു 20,000 വർഷം സന്യാസം ചെയ്താൽ മാത്രമേ, തപസ് ചെയ്താൽ മാത്രമേ ഈ 3 യുഗങ്ങളിലും മനുഷ്യർക്ക് മോക്ഷം സിദ്ധിക്കുകയുള്ളൂ. അന്നതിനുള്ള ആയുസ്സുണ്ടായിരുന്നു, അതിനുള്ള ചുറ്റുപാടുണ്ടായിരുന്നു. ഇപ്പോൾ കലിയുഗമാണ്. കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും 10,000 വർഷം 60,000 വർഷം ആയുസ്സുണ്ടായിരുന്നു കുറഞ്ഞ് വെറും 60-70 അതുമാത്രമല്ല, ഇത് കലിയുഗമായതുകൊണ്ട് നാം പാപം ചെയ്യണ്ട എന്ന് വിചാരിച്ചാൽ തന്നെ കലിയുടെ പ്രേരണയാൽ നാം അറിയാതെ പാപങ്ങൾ ചെയ്യും. അങ്ങനെ പാപങ്ങൾ ചെയ്യുമ്പോൾ ആ പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് തീർച്ചയായും നമുക്ക് നരകത്തിലേക്കായിരിക്കും പോകേണ്ടി വരിക. കാരണം പാപം ചെയ്താലും ആ പാപ നിവൃത്തിക്ക് വേണ്ടി മറ്റുള്ള യുഗങ്ങളിൽ ചെയ്ത പോലെ യാഗങ്ങളോ ഹോമങ്ങളോ പൂജകളോ ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല. 24 മണിക്കൂർ പോരാ എന്ന് വിചാരിക്കുന്ന ഈ സമയത്ത് നമുക്ക് എവിടെയാണ് സമയമുള്ളത്? അങ്ങനെ വരുമ്പോൾ ഒരു ഭാഗത്ത് പാപം ചെയ്തുകൊണ്ടിരിക്കുക, മറുഭാഗത്ത് ആ പാപ നിവൃത്തിക്ക് വേണ്ടി യാതൊന്നും ചെയ്യാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ എല്ലാവരും നരകത്തിൽ പോയി പതിക്കില്ലേ എന്നൊരു സംശയം നമുക്കുണ്ടാവും. ആ സംശയ നിവൃത്തിയേക്കാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനോട് പറഞ്ഞത്, അർജുന, കലിയുഗത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, എൻ്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിന് വേണ്ടി, മോക്ഷം സിദ്ധിക്കുന്നതിന് വേണ്ടി കൃതയുഗത്തെപ്പോലെയോ ത്രേതായുഗത്തെപ്പോലെയോ ദ്വാപരത്തെപ്പോലെയോ നീ 10,000 വർഷം തപസ് ചെയ്യേണ്ട. നീ നിന്റെ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചതിന് ശേഷം, കർമ്മങ്ങൾ അനുഷ്ഠിച്ചതിന് ശേഷം എൻ്റെ നാരായണ എന്ന നാമമോ, ഇല്ലെങ്കിൽ നീ ആരെയാണ് ഉപാസിക്കുന്നത് ആ ഉപാസിക്കുന്ന ദേവൻ്റെയോ ദേവിയുടെയോ നാമം ദിവസത്തിലൊരിക്കലോ സാധിച്ചില്ല, ആഴ്ചയിലൊരിക്കലോ കഴിഞ്ഞില്ല, മാസത്തിലൊരിക്കലോ അതും സാധിച്ചില്ല, വർഷത്തിലൊരിക്കൽ ഭയഭക്തി ബഹുമാനത്തോടെ ഉച്ചരിക്കുകയാണെങ്കിൽ ഈ കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും 10,000 വർഷം തപസ്സിൻ്റെ ഫലം നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. നാമജപത്തിൻ്റെ യുഗമാണ്. കലിയുഗത്തിന് മറ്റൊരു പേരാണ് നാമയുഗം. ഒരു നാമം ജപിച്ചാൽ മതി. ഭക്തിശ്രദ്ധയോടെ ഒരു നാമം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മോക്ഷം കിട്ടുന്ന പറയണേ. അപ്പം കലിയുഗത്തിൽ ഈ തിരക്കിനിടയ്ക്ക് ആരെയാ ഭജിക്കുക? നമുക്ക് 30 മുക്കോടി ദൈവങ്ങളുണ്ട് നമ്മളെ ഹിന്ദു പുരാണങ്ങളിൽ. ആരെയാ ഭജിക്കുക എന്ന് വെച്ചാൽ സംശയമില്ല, സാക്ഷാൽ അമ്മേ. ഈ 3 ലോകങ്ങളുടെയും ത്രിഭുവനങ്ങളുടെയും അമ്മയായി മാതാവായി പരിലസിക്കുന്ന സാക്ഷാൽ മഹാമായയെ നമുക്ക് ഭജിക്കാം. തീർച്ചയായിട്ടും ആ മഹാമായ മക്കളുടെ തെറ്റുകൾ എങ്ങനെ പുറത്ത് അവർക്ക് സമാധാനം കൊടുക്കുന്നുവോ അതുപോലെ നമ്മളെ സംരക്ഷിക്കും. കാരണം കലിയുഗമായതുകൊണ്ട് തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരുണ്ടാവില്ല. തെറ്റുകൾ ചെയ്യാത്ത മർത്യരില്ല, തെറ്റുതീരുത്താത്തവൻ മർത്യനല്ല. തെറ്റുകൾ ചെയ്യാത്ത മർത്യരില്ല, തെറ്റുതീരുത്താത്തവൻ മർത്യനല്ല. തെറ്റും ശരിയും തിരിച്ചറിയാൻ അമ്മയല്ലാതെ ശരണമില്ല. തെറ്റുകൾ ചെയ്യാത്ത മർത്യരില്ല, തെറ്റുതീരുത്താത്തവൻ മർത്യനല്ല. ഈ മഹാമായ കലിയുഗത്തിൽ ഭക്തരുടെ കന്മഷം അകറ്റാൻ വേണ്ടി, അവരുടെ പാപങ്ങൾ അകറ്റാൻ വേണ്ടി പല ഭാഗങ്ങളിൽ പല നാമങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വിശ്വവിഖ്യാതമായ ചോറ്റാനിക്കര എന്ന സ്ഥലത്ത് വാണരുളുന്ന ആ ദേവിയുടെ ഉത്ഭവവും അവരുടെ ലീലാവിലാസങ്ങളും വർണ്ണിക്കുന്ന ഒരു കഥയാണ് ഭക്തരായ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്. നിങ്ങളുടെ അനുഗ്രഹത്തോടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥ ചോറ്റാനിക്കര അമ്മ. അമ്മേ നാരായണ, ദേവി നാരായണ, അമ്മേ നാരായണ. ചോറ്റാനിക്കര രാജരാജേശ്വരി ഞങ്ങൾക്കനുഗ്രഹം നൽകൂ. ചോറ്റാനിക്കര രാജരാജേശ്വരി ഞങ്ങൾക്കനുഗ്രഹം നൽകൂ. ആനന്ദകാരിണി അത്ഭുതവാ
വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ആഷാഢ പൗർണമി രാത്രി. അന്നൊരു നാളൊരു രാത്രി പ്രപഞ്ചം ആതിര നിലവിൽ കുളിച്ചിരുന്നു. അന്നൊരു നാളൊരു രാത്രി പ്രപഞ്ചം ആതിര നിലവിൽ കുളിച്ചു നിന്നു. ആയിരം വർണ്ണങ്ങൾ ഉണർത്തു രാത്രി ആഷാഢ പൗർണമിയായിരുന്നു. ആയിരം വർണ്ണങ്ങൾ ഉണർത്തു രാത്രി ആഷാഢ പൗർണമിയായിരുന്നു. ആഷാഢ പൗർണമിയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ആഷാഢ പൗർണമി രാത്രി. സമയം അർദ്ധരാത്രി കഴിഞ്ഞു. നാം ഇപ്പോൾ ഒരു വിജനമായ പ്രദേശത്ത് നിൽക്കുകയാണ്. ചുറ്റുവട്ടത്തും വീടുകളോ അങ്ങനെ മനുഷ്യവാസമുള്ള യാതൊന്നും കാണാനില്ല. സമയം അർദ്ധരാത്രി കഴിഞ്ഞു. പൗർണമി ആയതുകൊണ്ട് പൂർണ്ണചന്ദ്രൻ അതിൻ്റെ ശോഭയോടെ ജ്വലിച്ചു നിൽക്കുകയാണ്. ഒരൊറ്റ മനുഷ്യനെ കാണാനില്ല. വിജനമായ പ്രദേശം. നട്ടുച്ചയ്ക്ക് പോലും പുറത്തിറങ്ങാൻ ധൈര്യപ്പെടാത്ത ഈ വീഥിയിലൂടെ ഈ രാത്രിയിൽ ആര് വരാനാണ്? സമയം ഇഴഞ്ഞു നീങ്ങി. രാത്രികളിൽ മാത്രമായിട്ടുള്ള ശബ്ദങ്ങൾ, കുറുനരികൾ ഓരിയിട്ടു, രാത്രി പക്ഷികൾ ചിലച്ചു. ഒരു ഭീകരത അവിടെ തളം കെട്ടി നിന്നു. സമയം ഇഴഞ്ഞു നീങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ദൂരെ നിന്നും ഒരു രൂപം സാവധാനം നടന്നു വരികയാണ്. ദൈവമേ, നട്ടുച്ചയ്ക്ക് പോലും പുറത്തിറങ്ങാൻ ധൈര്യപ്പെടാത്ത ഈ വീഥിയിലൂടെ ഈ അർദ്ധരാത്രിയിൽ ഏകനായിട്ട് ആരാണ് വരുന്നത്? ഒരു രൂപം അകലേന്ന് വരികയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടുത്തുകാരനായിരിക്കാൻ വഴിയില്ല. എവിടുന്നോ പുറത്തുനിന്ന് വരികയാണെന്ന് തോന്നുന്നു. അതാ ആ രൂപം അടുത്തെത്തി നമ്മുടെ മുന്നിൽ അങ്ങോട്ട് നിന്നപ്പോൾ നിലാവെളിച്ചത്തിൽ ആ മുഖം വളരെ വ്യക്തമായി കണ്ടു. ആ രാത്രി ഏകനായി വരുന്നത് മറ്റാരുമല്ല, അദ്ദേഹമാണ് ആത്മാഭിരാമനായി അദ്വൈത വേദാന്തിയായി സേതു മുതൽ ഹിമാലയം വരെ തന്റെ വാക്വിലാസത്താൽ ഭാരതത്തിൽ പര്യടനം നടത്തി ദ്വൈതമതം പ്രചരിപ്പിച്ച സാക്ഷാൽ ശങ്കരാചാര്യരാണ് ആ രാത്രി ഏകനായി നടന്നു വരുന്നത്. സാക്ഷാൽ ശങ്കരാചാര്യർ. അദ്ദേഹം അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അത് സാക്ഷാൽ ശങ്കരാചാര്യരാണെന്ന്. ഈ രാത്രി അർദ്ധരാത്രി എവിടെയാ പോകുന്നത്? സാധാരണ എവിടെ പോകുമ്പോഴും നൂറുകണക്കിന് ശിഷ്യന്മാർ ജയ് ജയ് ശങ്കര എന്ന നാമത്തോടെ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ടാവും. പക്ഷെ ഈ രാത്രിയിൽ അദ്ദേഹം ഏകനായിട്ടാണ് നടക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നടത്തത്തിനൊരു പ്രത്യേകതയുണ്ട്. 4 ഭാഗത്തും നോക്കാതെ തൻ്റെ നയനങ്ങളെ നേരെ തന്നെ ഉറപ്പിച്ചുകൊണ്ട് തിരിഞ്ഞുപോലും നോക്കാതെ ശങ്കരാചാര്യർ നടക്കുകയാണ്. എന്താണ് നടക്കാനുള്ള കാരണം? തിരിഞ്ഞുപോലും നോക്കാതെ മറ്റെവിടെയും ശ്രദ്ധിക്കാതെ നേരെ തന്നെ നോക്കിക്കൊണ്ട് അദ്ദേഹം നടക്കാൻ എന്താണ് കാരണമെന്ന് വെച്ചാൽ അതിനൊരു കാരണമുണ്ട്. ശങ്കരാചാര്യർ ഹിമാലയത്തിൽ പോയി തൻ്റെ വാക്വിലാസത്താൽ സർവജ്ഞപീഠം കയറി. സർവവിജ്ഞപീഠം കയറിയതും സാക്ഷാൽ സരസ്വതി ദേവി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ശങ്കരാചാര്യരോട് പറഞ്ഞു, ശങ്കരാചാര്യരെ, അങ്ങയുടെ അപാരമായ തപസ്സിൽ, പാണ്ഡിത്യത്തിൽ, അറിവിൽ ഞാൻ അതീവ സന്തുഷ്ടയായി തീർന്നിരിക്കുന്നു. അങ്ങക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളുക. ആ വരം ഞാൻ സസന്തോഷം നൽകാൻ തയ്യാറാണ്. ദേവി ഇപ്രകാരം അരുൾ ചെയ്തതും തൊഴുകൈകളോടെ ശങ്കരാചാര്യർ പറഞ്ഞു, അമ്മേ, എല്ലാം ത്യജിച്ച ഒരു സന്യാസിക്ക് എന്താഗ്രഹമാണുള്ളത്? എല്ലാ ആഗ്രഹങ്ങളും ത്യജിച്ച് എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. എന്നാൽ മനസ്സിൻ്റെ കോണിൽ ചെറിയൊരാഗ്രഹമുണ്ട്. അത് വേറൊന്നുമല്ല, അമ്മയ്ക്കറിയാലോ, ഇത് കലിയുഗമാണ്. കലിയുഗത്തിൽ എൻ്റെ മലനാട്ടിലെ നിവാസികൾ, അന്ന് കേരളം ഉണ്ടായിട്ടില്ല, മലനാടാണ്. അതുകൊണ്ട് ശങ്കരാചാര്യർ പറഞ്ഞു, എൻ്റെ മലനാട്ടിലെ നിവാസികൾ കലിയുടെ പ്രേരണയാൽ അനേകം പാപങ്ങൾ ചെയ്യും. അങ്ങനെ പാപങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് അവരെല്ലാവരും നരകത്തിൽ പോയി പതിക്കും. അങ്ങനെ അവരെ നരകത്തിൽ പോയി പതിക്കാതിരിക്കാൻ എൻ്റെ കൂടെ വന്ന് എൻ്റെ മലനാട്ടിൽ അവിടുന്ന് പ്രതിഷ്ഠയാവണം. അവിടുത്തെ കണ്ട മാത്രയിൽ, ദർശന മാത്രയിൽ തന്നെ അവർക്ക് മോക്ഷം കിട്ടണം. അതുകൊണ്ട് ദേവിയെ ഞാൻ ക്ഷണിക്കുകയാണ്. എൻ്റെ മലനാട്ടിലേക്ക് ഞാൻ ദേവിയെ ക്ഷണിക്കുകയാണ്. ക്ഷണിക്കുന്നു ദേവി, ഞാൻ ക്ഷണം പോരി നിന്നോടൊത്തൻ മലനാടിൻ മധ്യാനത്തിൽ മണിവിളക്കായി. ക്ഷണിക്കുന്നു ദേവി, ഞാൻ ക്ഷണം പോരി
പത്മജത്താൽ പവിത്രമായി തീർന്നിടട്ടെ. തവ പാദ പത്മജത്താൽ പവിത്രമായി തീർന്നിടട്ടെ. മലനാടും മണ്ണും മധ്യ മനസ്സുകളും ക്ഷണിക്കുന്നു ദേവി ഞാനും ക്ഷണം പോരി നിന്നോടൊത്തൻ മലനാടിൻ മധ്യാനത്തിൻ മണിവിളക്കായി. മഹാമായേ ദേവി സരസ്വതി, അവിടുത്തെ ഞാൻ ക്ഷണിക്കുകയാണ് എൻ്റെ മലനാട്ടിലേക്ക്. എൻ്റെ കൂടെ വരണം, വന്ന് മലനാട്ടിൽ അവിടുന്ന് പ്രതിഷ്ഠയാകണം. ഈ കലിയുഗത്തിൽ അങ്ങേ ദർശനമാത്രയിൽ എൻ്റെ മലനാട്ടിലെ മക്കൾ അവിടുത്തെ കണ്ട മാത്രയിൽ തന്നെ മോക്ഷം സിദ്ധിക്കണം. അതുകൊണ്ട് എൻ്റെ കൂടെ വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് ശങ്കരാചാര്യർ. ശങ്കരാചാര്യർ ഇപ്രകാരം നമസ്കരിച്ചപ്പോൾ വളരെ സന്തുഷ്ടയായി ദേവി അരുൾ ചെയ്തു, ശങ്കരാചാര്യരെ, അങ്ങ് പറഞ്ഞതുപോലെ, അങ്ങ് ആഗ്രഹിച്ചതുപോലെ ഞാൻ അങ്ങയുടെ കൂടെ മലനാട്ടിലേക്ക് വരാൻ തയ്യാറാണ്. പക്ഷേ ഒരു നിബന്ധനയുണ്ട് ശങ്കരാചാര്യരെ, അങ്ങ് നടന്നുകൊള്ളുക, പുറകെ ഞാൻ വരാം. യാതൊരു കാരണവശാലും അങ്ങ് തിരിഞ്ഞു നോക്കരുത്. എൻ്റെ കാലിൽ കിടക്കുന്ന ചിലങ്കയുടെ ശബ്ദം അങ്ങയ്ക്ക് ശ്രവിക്കാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങയ്ക്ക് മനസ്സിലാവും ഞാൻ പുറകെ ഉണ്ടെന്ന്. എൻ്റെ ചിലങ്കയുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് അങ്ങ് നടക്കുക. എന്തൊക്കെ സംഭവിച്ചാലും യാതൊരു കാരണവശാലും അങ്ങ് തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കിയാൽ ആ തിരിഞ്ഞു നോക്കുന്ന സ്ഥലത്ത് നിന്നും ഒരടി പോലും ഞാൻ മുന്നോട്ട് പോകില്ല. അവിടെ ഞാൻ പ്രതിഷ്ഠയായി തീരും. ഈ നിബന്ധനയ്ക്ക് സമ്മതമാണെങ്കിൽ അങ്ങ് നടന്നുകൊള്ളുക. ശങ്കരാചാര്യർ പറഞ്ഞു, അമ്മേ, അമ്മ വരുന്നത് തന്നെ മഹാപുണ്യമാണ്. എൻ്റെ മനനാട്ടിൽ വന്ന് പ്രതിഷ്ഠയാകും തന്നെ മഹാപുണ്യമാണ്. എന്ത് കാരണം വന്നാലും അടിയൻ തിരിഞ്ഞു നോക്കില്ല, അടിയൻ തിരിഞ്ഞു നോക്കില്ല. ഇതാ വാക്കു നൽകുന്നു എന്ന് പറഞ്ഞ് ആ ഹിമാലയത്തിൽ നിന്നും പുറപ്പെട്ട ശങ്കരാചാര്യയും സരസ്വതി ദേവിയുമാണ് നമ്മൾ ഈ കഥയുടെ ആദ്യ ഭാഗത്ത് കണ്ടത്. അവരങ്ങനെ നടന്ന് കേരളക്കരയെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. മലകൾ കടന്നു, പുഴകൾ കടന്നു, മരു പ്രദേശങ്ങൾ കടന്നു. മലകൾ കടന്നു, പുഴകൾ കടന്നു, മരു പ്രദേശങ്ങൾ കടന്നു. മണ്ണും നിന്നും നിറയും ഭീകര വനാന്തരങ്ങൾ കടന്നു. മണ്ണും പിന്നും നിറയും ഭീകര വനാന്തരങ്ങൾ കടന്നു. ദിനരാത്രങ്ങൾ കൊഴിഞ്ഞു, കന്നഡ ദേശമണഞ്ഞു. അങ്ങനെ ശങ്കരാചാര്യരും സരസ്വതി ദേവിയും സഞ്ചരിച്ച് കൊല്ലൂർ എന്ന സ്ഥലത്തെത്തി. മംഗലാപുരത്തുനിന്നും 60 നാഴിക വടക്കാണ് ഈ കൊല്ലൂര്. സരസ്വതി ദേവിയും ശങ്കരാചാര്യരും ഈ കൊല്ലൂരെത്തിയപ്പോൾ അവിടെ ഒരു സംഭവം നടന്നു. ഈ കൊല്ലൂരിനെ അടക്കി വാണിരുന്ന മൂകാസുരൻ എന്ന അസുരൻ തൻ്റെ കോട്ടയുടെ മുകളിൽ നിന്നും ശങ്കരാചാര്യരുടെ പുറകെ വരുന്ന ദേവിയെ കണ്ടു. തൻ്റെ ജ്യേഷ്ഠനായ കരംഭന വധിച്ച ആ ദേവിയെ കണ്ടതും ആ ദേവിയെ നിഗ്രഹിക്കുന്നതിനു വേണ്ടി, ദേവിയുമായി യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി ഈ കരംഭൻ ആ കോട്ടയുടെ മുകളിൽ നിന്നും ചാടി വീണ് ദേവിയെ വഴി തടഞ്ഞങ്ങോട്ട് നിന്നു. ദേവിയുടെ വഴി മുടക്കിയങ്ങനെ നിന്നു. തൻ്റെ മുന്നിൽ മൂകാസുരനെ കണ്ടതും അതുവരെ ശാന്തമായ ആ ദേവിയുടെ മുഖം മാറി, ആ കണ്ണുകൾ വിടർന്നു, ആ പുരികങ്ങൾ വളഞ്ഞു. മൂകാസുര നിഗ്രഹത്തിനു വേണ്ടി ദേവി തയ്യാറെടുത്തു. നിമിഷങ്ങൾക്കകം അവിടെ ഒരു ഘോരമായ യുദ്ധം തുടങ്ങി. അതിഘോരമായ യുദ്ധം, ത്രിഭുവനും ഇതുവരും കാണാത്ത യുദ്ധം. ആകാശത്ത് വെച്ച്, ഭൂമിയിൽ വെച്ച്, പാതാളത്ത് വെച്ച്, അസ്ത്രങ്ങളാൽ, ശസ്ത്രങ്ങളാൽ, ഖഡ്ഗങ്ങളാൽ ആ മഹായുദ്ധം തുറന്നുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ എത്രയോ കഴിഞ്ഞു. ആ മൂകാസുരനും ദേവിയുമായിട്ടുള്ള യുദ്ധം തുറന്നുകൊണ്ടേയിരുന്നു. ഇവിടെ ശങ്കരാചാര്യർ ഇങ്ങനെ നടക്കുകയാണ്. ദേവിയുടെ കാലിലെ ചിലമ്പിൻ്റെ ആ ശബ്ദവും ശ്രവിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇത് മായായുദ്ധമായതുകൊണ്ട് ശങ്കരാചാര്യർക്ക് കാണാനോ കേൾക്കാനോ സാധിക്കില്ല. കുറേ ദൂരം ശങ്കരാചാര്യർ നടന്നു, അവിടെ നിന്നു. ദേവിയുടെ ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. ദേവി ഇത്ര നേരം എൻ്റെ പുറകെ വരുന്നുണ്ടായിരുന്നു, ഞാൻ ആ ചിലങ്കയുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരുന്നു, ഇപ്പൊ കേൾക്കുന്നില്ലല്ലോ. ശങ്കരാചാര്യർ കുറേ നേരം നിൽക്കും. തിരിഞ്ഞു നോക്കാനും വയ്യ, തിരിഞ്ഞു നോക്കാതിരിക്കാനും വയ്യ. തിരിഞ്ഞു നോക്കിയാൽ ദേവി പറഞ്ഞതുപോലെ അവിടെ നിന്ന് ഇളകയില്ല, അവിടെ പ്രതിഷ്ഠയായിത്തീരും. ശങ്കരാചാര്യർ വീണ്ടും നടക്കും. കുറേ നേരം പോയതിനു ശേഷം വീണ്ടും നിൽക്കും, കേൾക്കും, ശ്രദ്ധിക്കും, കേൾക്കുന്നുണ്ടോ, ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ, ഇല്ല. അങ്ങനെ വീണ്ടും നടന്നു, വീണ്ടും ശ്രദ്ധിച്ചു. ഇവിടെയാണെങ്കിൽ ഘോരയുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. മായായുദ്ധം, അസ്ത്രങ്ങളാൽ, ശസ്ത്രങ്ങളാൽ, ഖഡ്ഗങ്ങളാൽ ആ ഘോരയുദ്ധം തുടർന്നു. ആകാശത്ത് ദേവാദിദേവകൾ ഈ യുദ്ധം കാണുന്നതിന് വേണ്ടി, മൂകാസുര നിഗ്രഹത്തിനു വേണ്ടി അവരെല്ലാവരും അണിനിരക്കുകയാണ്.
ദേവി മുഖാസുരനെ കാണാനും വധിക്കുന്ന ആ രംഗം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ അവസാനം ആ മൂകാംബിക ആ ദേവി എന്ത് ചെയ്തു? തൻ്റെ ആ മൂകാസുരൻ്റെ ശിരസ് തൻ്റെ ഖഡ്ഗത്താൽ അങ്ങോട്ട് അറുത്തു കളഞ്ഞു. ശങ്കരാചാര്യർ ഇങ്ങനെ നടക്കുകയാണ്. ഒരു സ്ഥലത്ത് പോയി നിന്നു. തിരിഞ്ഞു നോക്കാനും പറ്റില്ല. 2-3 ദിവസമായി. ദിവസങ്ങൾ എത്രയോ കഴിഞ്ഞു. ദേവിയുടെ ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നില്ല. ദേവിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ അറിയാതെ തെറ്റിയതിൻ്റെ ഫലമായിട്ട് ദേവി തിരിച്ചു പോയിട്ടുണ്ടാവും. എന്താ ചെയ്യുക? നോക്കാതിരിക്കാനും വയ്യ, നോക്കാനും വയ്യ. അവസാനം വരുന്നത് വരട്ടെ എന്ന് കരുതിയിട്ട് ദേവി ഉണ്ടോ എന്നറിയാൻ വേണ്ടി ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കിയതും മൂകാസുര നിഗ്രഹം കഴിഞ്ഞ് അവൻ്റെ നിണമാർന്ന ശിരസും കയ്യിലെടുത്തുകൊണ്ട് തൻ്റെ കൂടെ പുറപ്പെടുവാൻ വലതുകാൽ ഉയർത്തി നിൽക്കുന്ന ആ ദേവിയാണ് ശങ്കരാചാര്യർ കണ്ടത്. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ദേവി തൻ്റെ കൂടെ പോരുമായിരുന്നു. പക്ഷെ താൻ എപ്പോൾ തിരിഞ്ഞു നോക്കിയോ അപ്പോൾ ദേവി ആ ഉയർത്തിയ കാല് അവിടെ തന്നെ അങ്ങോട്ട് വെച്ചു. ഈ കാഴ്ച കണ്ടതും ശങ്കരാചാര്യർ ഓടിച്ചെന്ന് ആ ദേവിയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, അടിയനൊരു തെറ്റുപറ്റി. അടിയനിതാ വാഗ്ദാന ലംഘനം നടത്തിയിരിക്കുകയാണ്, സത്യലംഘനം നടത്തിയിരിക്കുകയാണ്. ക്ഷമിക്കണം, ക്ഷമിക്കണം, ക്ഷമിക്കണം മഹാമായേ, ക്ഷമിക്കണം സരസ്വതി. ശങ്കരാചാര്യരെ, കാരണം എന്തൊക്കെയായാലും അവിടുന്ന് വാക്ക് തെറ്റിച്ചിരിക്കുകയാണ്, വാഗ്ദാന ലംഘനം ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നിന്നും ഒരടി പോലും ഞാൻ ഇളകുകയില്ല. പക്ഷേ മൂകാസുര നിഗ്രഹത്താൽ ഇന്നു മുതൽ മൂകാംബിക എന്ന നാമത്തിൽ ഞാൻ അറിയപ്പെടും. ശങ്കരാചാര്യരെ, ഏതായാലും അങ്ങ് തിരിച്ച് മലയാള നാട്ടിലേക്ക് പോയിക്കൊള്ളൂ. അവിടെ പോയി ഞാനിവിടെ മൂകാംബിക എന്ന നാമത്തിൽ പ്രതിഷ്ഠയായ വിവരം മലനാട്ടിലുള്ള എല്ലാവരെയും അറിയിക്കുക. അവിടെ നിന്ന് ആരിവിടെ വന്നാലും, മലനാട്ടുകരയിൽ നിന്ന് ആരിവിടെ വന്ന് എന്നെ ജപിച്ചാലും, എന്നെ ഭജിച്ചാലും, എന്നെ ദർശിച്ചാലും അവർക്ക് കലിയുഗത്തിൽ പുണ്യമുണ്ടാകുമെന്ന് അവരറിയിക്കുക. പെട്ടെന്ന് ദേവി അവിടെ അങ്ങോട്ട് പ്രതിഷ്ഠയായി. മൂകാസുര നിഗ്രഹത്താൽ മൂകാംബിക എന്ന നാമത്തിൽ അവിടെ പ്രതിഷ്ഠയായി. ശങ്കരാചാര്യർ പറഞ്ഞു, ശരി, അടിയൻ്റെ തെറ്റാണ്. അടിയൻ തിരിഞ്ഞു നോക്കിയത് കൊണ്ടാണല്ലോ അമ്മ വരാതിരുന്നത്. ഞാൻ കാര്യം ചെയ്യാം. ഏതായാലും മലയാള നാട്ടിൽ പോയി, മലയാള കരയിൽ പോയി അമ്മയുടെ മൂകാംബിക എന്ന നാമത്തിൽ പ്രതിഷ്ഠയായ വിവരം ഞാൻ എല്ലാവരെയും അറിയിക്കാം. പക്ഷെ അമ്മേ, അതുകൊണ്ട് എല്ലാവർക്കും പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല. അവിടെ വൃദ്ധരുണ്ട്, രോഗികളുണ്ട്, അശരണരുണ്ട്, കുട്ടികളുണ്ട്. എല്ലാവർക്കും ഇത്രയും ദൂരം ഇവിടെ വന്ന് ഈ മൂകാംബികയിൽ വന്ന് ദർശിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. എത്രയോ ദൂരം, എൻ്റെ കേരളക്കരയിൽ നിന്നും എത്രയോ ദൂരം കിടക്കുന്ന ഈ ഇവിടെ വന്ന് ദർശിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഏതായാലും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, ഞാൻ പോയി പറയാമെന്ന് മനസ്സിന് വിഷമമാണ്. ഇത്രയും ദൂരം നടന്ന് ഇത്രയും ബുദ്ധിമുട്ടി ആ ദേവിയെ പ്രസാദിപ്പിച്ചിട്ടും തനിക്ക് ഫലമുണ്ടായില്ലല്ലോ എന്ന് ശങ്കരാചാര്യർ വിചാരിച്ച് ദുഃഖിതനായി നടക്കാൻ തുടങ്ങി. 2 അടി വെച്ചതും ദേവി വിളിച്ചു, ശങ്കരാചാര്യരെ, അങ്ങ് ദുഃഖിക്കണ്ട. ഞാൻ എന്താ പറഞ്ഞേ? അങ്ങ് തിരിഞ്ഞു നോക്കിയാൽ ഞാൻ വരില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. എൻ്റെ ശക്തി, എൻ്റെ ആ ജ്യോതിസ് അങ്ങയുടെ കൂടെ വരും. അങ്ങ് ആ ജ്യോതിസിനെ പിന്തുടരുക. മലയാളക്കരയിൽ ഒരു പ്രത്യേക സ്ഥലമെത്തുമ്പോൾ ആ ജ്യോതിസ് അവിടെ നിൽക്കും. ആ ജ്യോതിസിനെ ഒരു മഹാമായയുടെ വിഗ്രഹത്തിൽ ആവാഹിച്ച് ഒരു ക്ഷേത്രം പണിത് പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാവിധത്തിലുള്ള ഇതും ശക്തിയും അവിടെ ഉണ്ടാവും. ആ ശക്തിയും ആ മഹാമായിക്കുണ്ടാവും. അതുകൊണ്ട് അങ്ങ് അപ്രകാരം ചെയ്യുക എന്ന് പറഞ്ഞു. ശങ്കരാചാര്യർ പറഞ്ഞു, മതി അമ്മേ, മതി, അടിയൻ ധന്യനായി, ഞാൻ ആ ജ്യോതിഷനെ തന്നെ പിന്തുടരാം എന്ന് പറഞ്ഞതും ആ ദേവി സാവധാനം അങ്ങോട്ട് വളരാൻ തുടങ്ങി. വളർന്ന ദേവി ആകാശത്തോളം വളർന്നു. ആ ദേവിയുടെ തിരുമാറിൽ നിന്നും അത്യുജ്വലമായൊരു തേജസ് പുറത്തേക്ക് അങ്ങോട്ട് വന്നു. അത് ദേവിയെ 3 പ്രാവശ്യം വലം വെച്ചു. എന്നിട്ട് ആ മലയാളക്കരെ ലക്ഷ്യമാക്കി സാവധാനം ചരിക്കാൻ തുടങ്ങി. ദേവി അഴിച്ചതുപോലെ ശങ്കരാചാര്യർ ഭയഭക്തി ബഹുമാനത്തോടെ ആ തേജസ്സിനെ പിന്തുടർന്നു. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു. മലകളും പുഴകളും കടന്ന് അവർ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. മൊട്ടുകൾ വിരിഞ്ഞു, വിരിഞ്ഞവ കൊഴിഞ്ഞു, വീണ്ടും മൊട്ടുകൾ വിരിഞ്ഞു. മൊട്ടുകൾ വിരിഞ്ഞു, വിരിഞ്ഞവ കൊഴിഞ്ഞു, വീണ്ടും മൊട്ടുകൾ വിരിഞ്ഞു. വീണ്ടും മൊട്ടുകൾ വിടരും പ്രഭാതങ്ങൾ, കാലചക്രത്തിൻ ചലനങ്ങൾ. അങ്ങനെ അവർ സഞ്ചരിച്ച് മലയാളക്കരയിലെത്തി. മലയാളക്കര ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ ആ ജ്യോതിസ് അവിടെ നിന്നു. ദേവി അരുൾ ചെയ്തതുപോലെ ശങ്കരാചാര്യർ ആ ദേവിയുടെ ജ്യോതിസിനെ ഒരു മഹാമായയുടെ ഒരു പ്രതിമയിൽ
ആവാഹിച്ച് പ്രതിഷ്ഠിച്ചു. കാലക്രമേണ പലവരും കലിയുഗത്തിന്റെ ആരംഭത്തിൽ പലരും അവിടെ വന്ന് ആ ദേവിയെ കണ്ട് എല്ലാവരും മോക്ഷമടഞ്ഞു. കാലങ്ങൾ പലതും കടന്നു. മൊട്ടുകൾ വിരിഞ്ഞു, വിരിഞ്ഞവ കൊഴിഞ്ഞു, വീണ്ടും മൊട്ടുകൾ വിരിഞ്ഞു. മൊട്ടുകൾ വിരിഞ്ഞു, വിരിഞ്ഞവ കൊഴിഞ്ഞു, വീണ്ടും മൊട്ടുകൾ വിരിഞ്ഞു. വീണ്ടും മൊട്ടുകൾ വിടരും പ്രഭാതങ്ങൾ, കാലചക്രത്തിൻ ചലനങ്ങൾ. മൊട്ടുകൾ വിരിഞ്ഞു, വിരിഞ്ഞവ കൊഴിഞ്ഞു, വീണ്ടും മൊട്ടുകൾ വിരിഞ്ഞു. വർഷങ്ങൾ പലതും കടന്നപ്പോൾ വെള്ളപ്പൊക്കത്താലും ഈ പല മണ്ണിടിച്ചിനാലും ആ ക്ഷേത്രം ഇല്ലാതെയായി. ശങ്കരാചാര്യരുടെ കാലശേഷം അങ്ങനെ ഒരു ക്ഷേത്രമുള്ളതിൻ്റെ യാതൊരു ലക്ഷണമില്ല. എല്ലാം മണ്ണിനടിയിലായി കഴിഞ്ഞു. ആരും അവിടെ പോവാറില്ല. ഇങ്ങനൊരു ക്ഷേത്രമുണ്ടായിരുന്ന കാര്യം കൂടി ജനങ്ങൾ മറന്നു. അതൊരു കാടായി തീർന്നു. അങ്ങനെ ആ കാട്ടിൽ ആരും പോവാറില്ല. പശുക്കളെ മേയ്ക്കുന്നവരോ പുല്ലരിയാൻ പോകുന്നവരോ അവിടെ പോകാറുള്ളൂ. ഒരു സന്ധ്യാസമയത്ത് പുല്ലരിയുന്നതിന് വേണ്ടി ഒരു കിടാത്തി അവിടെ ചെന്നു. സമൃദ്ധമായി പുല്ല് വളർന്നിരിക്കുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവൾക്ക് തോന്നി ആ പുല്ല് പറിച്ച് കൊണ്ടുപോകാമെന്ന് തോന്നി. അരിവാൾ എടുത്ത് നോക്കിയപ്പോൾ ആ അരിവാളിന് മൂർച്ച പോരാ. ആ അരിവാളിന് മൂർച്ച കൂട്ടാൻ വേണ്ടി അവൾ 4 ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു ശില ഒരു പാറക്കല്ല് കണ്ടു. ഉടനെ അവൾ ഇത് അരിവാൾ മൂർച്ച കൂട്ടുന്നതിന് വേണ്ടി അവിടെ ചെന്ന് ആ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ആ ശിലയിൽ ഒരു പ്രാവശ്യം ഉരച്ചു. രണ്ടാമത്തെ പ്രാവശ്യം ഉരച്ചു. മൂന്നാമത്തെ പ്രാവശ്യം ഉരച്ചപ്പോൾ അതിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ജീവനില്ലാത്ത ഭൂമിയിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു കല്ലിൽ നിന്നും രക്തം വരുന്നത് കണ്ടപ്പോൾ ഈ കിടാത്തി ഉറക്കെ നിലവിളിച്ച് ഓടി വരണേ. അത്ഭുതം! ജീവനില്ലാത്ത ഒരു കല്ലിൽ നിന്നും രക്തം ഒഴുകുകയാണ്. ഓടി വരണേ, ഓടി വരണേ! ജനങ്ങളെല്ലാവരും കൂടി അവരും അത്ഭുതമായ കാഴ്ച കണ്ടു. ജീവനില്ലാത്ത ഒരു കല്ലിൽ നിന്നും രക്തം ഇങ്ങനെ കുതിച്ചു പായാണ്. ഉടനെ തന്നെ അവർ ജോത്സ്യരെ വിളിപ്പിച്ചു. ജോത്സ്യർ ഇവിടെ വന്നു. അപ്പം തന്നെ കബടി നിരത്തി പ്രശ്നം വെച്ചതിന് ശേഷം പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ പേടിക്കേണ്ട കാര്യമില്ല. ഈ ശില സാധാരണ ശിലയല്ല. ഈ ശില ഇവിടെയുള്ള ഈ ശില സാക്ഷാൽ അമ്മയുടേതാണ്. ഇവിടെയുള്ള ഈ ശില സാക്ഷാൽ അമ്മയുടേതാണ്. ഈ പുണ്യഭൂമി ക്ഷേത്രം തീർത്ത് പൂജ ചെയ്തിടണം. ഈ പുണ്യഭൂമി ക്ഷേത്രം തീർത്ത് പൂജ ചെയ്തിടണം. ഇവിടെയുള്ള ഈ ശില സാക്ഷാൽ അമ്മയുടേതാണ്. ഈ രക്തം വന്ന ശരിയുണ്ടല്ലോ, ഇത് സാധാരണ ശരിയല്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ശങ്കരാചാര്യരെ പ്രതിഷ്ഠിക്കപ്പെട്ട മഹാമായയുടെ വിഗ്രഹമാണ്. അത് മണ്ണിൽ പുതഞ്ഞു പോയി കിടക്കുകയായിരുന്നു. ആ വിഗ്രഹത്തെ പുറത്തെടുത്ത് മനോഹരമായൊരു ക്ഷേത്രം നിർമ്മിച്ച് ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ ആ മഹാമായയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. ഈ കലിയുഗത്തിൽ എല്ലാവർക്കും മോക്ഷദായിനിയായി തീരും എന്ന് ജ്യോത്സ്യർ പറഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ കൂടിയിട്ട് ആ വിഗ്രഹത്തെ മണ്ണിൽ നിന്നും പുറത്തെടുത്തു. മനോഹരമായൊരു ക്ഷേത്രം പണിതു. അതിൽ ശുഭമുഹൂർത്തത്തിൽ ശുഭദിനത്തിൽ പ്രതിഷ്ഠിച്ചു. ആ ക്ഷേത്രമാണ് ഇന്ന് വിശ്വവിഖ്യാതമായ ചോറ്റാനിക്കര ക്ഷേത്രം. ധാരാളം ദേവീക്ഷേത്രങ്ങൾ നമ്മൾ തൊഴാൻ പോകാറുണ്ടല്ലേ? നിങ്ങളെല്ലാവരും തൊഴാൻ പോയിട്ടുണ്ടാവും, ചോറ്റാനിക്കരയിലും പോയിട്ടുണ്ടാവും. മറ്റുള്ള ദേവീക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമാണ് ചോറ്റാനിക്കര. കാരണം വേറൊന്നുമല്ല, അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ആ ക്ഷേത്രത്തിൽ പോയി ഒരു 7 ദിവസം ഭജിച്ചാൽ നമ്മെ ബാധിച്ചിരിക്കുന്ന യക്ഷിബാധ, ഭൂതബാധ, പ്രേതബാധ എന്നിവ ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. 7 ദിവസം ഭജനം ഇരുന്നാൽ മതി. ആ ദേവിയുടെ ശക്തി കൊണ്ട്, ആ ഉഗ്രത കൊണ്ട് ഏത് യക്ഷിയും ഇല്ലാതെ പോകും. അങ്ങനെ തന്നെ ബാധിച്ച ഒരു യക്ഷി ബാധിച്ചപ്പോൾ ആ യക്ഷിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അമ്മ ശരണം കൊടുക്കുന്ന ഒരു കഥയാണ് ഭക്തരായ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. കാലങ്ങൾ പലതും കടന്നു. മുട്ടുകൾ വിരിഞ്ഞു, വിരിഞ്ഞവ കൊഴിഞ്ഞു, വീണ്ടും മുട്ടുകൾ വിരിഞ്ഞു. മുട്ടുകൾ വിരിഞ്ഞു, വിരിഞ്ഞവ കൊഴിഞ്ഞു, വീണ്ടും മുട്ടുകൾ വിരിഞ്ഞു. വീണ്ടും മുട്ടുകൾ
വർഷങ്ങൾക്ക് മുമ്പുള്ള സുന്ദരമായൊരു ഗ്രാമം. ഗ്രാമം എന്ന് പറഞ്ഞാൽ പച്ചപ്പരിഷ്കാരം തൊട്ടു തീണ്ടാത്ത, ടാറിട്ട റോഡുകളോ സിമെന്റിട്ട കെട്ടിടങ്ങളോ ഇല്ലാത്ത, പരിഷ്കൃതമില്ലാത്ത അന്നത്തെ ഗ്രാമം. പൂവണിയാവണിയാലിളം മിനിയെ മൂടി കർഷകരായിരുന്നുകൊണ്ട്, കർഷക വൃത്തി ചെയ്തുകൊണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന അന്നത്തെ ഗ്രാമം, ഈശ്വരഭക്തിയോടെ പരസ്പര സഹായത്തോടെ ജീവിച്ചിരുന്ന അന്നത്തെ ഗ്രാമം. തിരുവാതിരപ്പാട്ടിനോടൊപ്പം ചാടി കാമലേപനം കണ്ണിലെഴുതിയ ഗ്രാമം. തിരുവാതിരപ്പാട്ടിനോടൊപ്പം ചാടി കാമലേപനം കണ്ണിലെഴുതിയ ഗ്രാമം. പൂവണിയാവണിയാലിളമേനിയെ മൂടി മഞ്ഞക്കരിക്കുല മഞ്ഞണിയിൽ നീരാടി. ഈ സമയത്ത് നമ്മൾ തെക്കുംകൂർ വാണരുന്ന തമ്പുരാൻ്റെ കൊട്ടാരത്തിൻ്റെ മുറ്റത്തിലാണ്. ഒരു പ്രഭാതത്തിലാണ് നാം അവിടെ നിൽക്കുന്നത്. കൊട്ടാരം അങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ്. ആ കൊട്ടാരത്തിൻ്റെ മുന്നിൽ 100 ആളുകൾ കൂടിയിട്ടുണ്ട്. എന്തിനാ കൂടിയിരിക്കണമെന്ന് വെച്ചാൽ അവർ മഹാരാജാവിനെ, തെക്കുംകൂർ രാജാവിനെ മുഖം കാണിക്കാൻ വേണ്ടി വരികയാണ്. പണ്ടത്തെ കാലത്ത് മഹാരാജാവിനെ കാണിക്കുന്നത് മുഖം കാണിക്കുക എന്നാണ് പറയുക. തങ്ങൾക്കുള്ള വിഷമങ്ങളും പരാതികളും പറയാൻ വേണ്ടിയിട്ട് അവിടെ 100 ആളുകൾ കൂടിയിട്ടുണ്ട്. മഹാരാജാവാണെങ്കിൽ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. തെക്കുംകൂർ തമ്പുരാൻ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. അദ്ദേഹം വരാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. അദ്ദേഹത്തെ കണ്ട എന്ത് ദുഃഖമുണ്ടെങ്കിലും അത് പറഞ്ഞാൽ മതി, അപ്പം തന്നെ സാധിച്ചു തരും. ആ രാജാവിൻ്റെ വരവും കാത്തുകൊണ്ട് അവരിയ്ക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ അതാ ആ തമ്പുരാനെ വഹിച്ചുകൊണ്ട് ഒരു 8 കുതിരകൾ കെട്ടിയ ഒരു രഥം അതിവേഗത്തിൽ പാഞ്ഞു വരികയാണ്. അത് കണ്ടതും എല്ലാവരും എഴുന്നേറ്റു, മഹാരാജാവിനെ നമസ്കരിച്ചു. സാധാരണ മഹാരാജാവ് അവിടെ വന്നാൽ അവിടെ ഇറങ്ങി എല്ലാവരോടും കുശലം ചോദിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടേ പോവുള്ളൂ. ഈ കഥ ആരംഭിക്കുന്ന ദിവസം ആ തേരിൽ നിന്നും ഇറങ്ങിയ തമ്പുരാൻ, തെക്കുംകൂർ തമ്പുരാൻ ആരുടെ മുഖത്ത് നോക്കിയില്ലെന്ന് മാത്രമല്ല, തല താഴ്ത്തിക്കൊണ്ട് വളരെ വേഗതയോടെ തൻ്റെ അന്തഃപുരത്തിനകത്ത് കയറി തമ്പുരാൻ്റെ മുഖഭാവം കണ്ടാൽ അറിയാം എന്തോ വിഷമം, എന്തോ വളരെ തീരാത്ത വിഷമം അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കാരണം അകത്ത് കയറിയ തമ്പുരാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, കുറച്ചു നേരം ഇരിക്കും, കുറച്ചു നേരം ജനലിലൂടെ നോക്കും. അസ്വസ്ഥനാണ്, മുഖമാകം അസ്വസ്ഥനാണ്. അങ്ങനെ സമയം കുറേ കഴിഞ്ഞു. അല്പസമയം കഴിഞ്ഞ ഒരു ഭൃത്യൻ ആ അന്തഃപുരത്തിനകത്ത് കയറി, തമ്പുരാനെ, കല്ലൂർ മനക്കലെ തിരുമേനി, മഹാമാന്ത്രികനായ കല്ലൂർ മനക്കലെ തിരുമേനി അങ്ങേ മുഖം കാണിക്കാൻ വന്നിട്ടുണ്ട്. കല്ലൂർ മനക്കലെ തിരുമേനി എന്ന് കേട്ടപ്പോൾ തമ്പുരാൻ്റെ മുഖത്ത് ചെറിയൊരു സമാധാനം. വരാൻ പറയാം, അദ്ദേഹത്തെ വരാൻ പറയാം. ഭൃത്യം പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ തേജസ്വിയായൊരു നമ്പൂരി കുടുംബം കെട്ടിവെച്ച് ഭസ്മധാരണം ചെയ്തുകൊണ്ട് പൂവിലെല്ലാം ധരിച്ചുകൊണ്ട് വളരെ സുന്ദരമായ മേനിയോടുകൂടി അകത്തേക്ക് കടന്നു വരികയാണ്. മഹാമാന്ത്രികനായ കല്ലൂർ മനക്കലെ തിരുമേനിയാണ് അദ്ദേഹം വന്ന് തമ്പുരാനെ തൊഴുതു. തമ്പുരാനെ, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ദേശാടനത്തിന് പോയിരിക്കുകയായിരുന്നു. ഇന്നലെയാണ് വന്നത്. എന്താ സംഭവിച്ചത്? എന്താ ഈ കൊട്ടാരത്തിൽ സംഭവിച്ചത്? തിരുമേനി, അത് ഞാൻ എങ്ങനെ പറയും? അങ്ങേക്കറിയാലോ, ആണും പെണ്ണുമായിട്ട് എനിക്കൊരു മകള് മാത്രമേ ഉള്ളൂ. ഒരു പൂമ്പാറ്റയെ പോലെ ഓടി നടക്കണ അവള് കഴിഞ്ഞ 3 മാസമായിട്ട് ഏതോ യക്ഷിബാധയാൽ ആകെ വിഭ്രാന്തി പിടിച്ച് ചങ്ങലയിൽ തളച്ചിട്ടിരിക്കുകയാണ്. ഒരു മുറിക്കകത്ത് ചങ്ങലയിൽ തളച്ചിട്ടിരിക്കുകയാണ്. ഏത് അച്ഛനും വിഷമം ഉണ്ടാവില്ലേ? ഏത് പിതാവിനും വിഷമം ഉണ്ടാവില്ലേ? അതാണ് എൻ്റെ ദുഃഖം. അങ്ങക്ക് ആളയച്ചിരുന്നു, പക്ഷെ അങ്ങ് ദേശാടനത്തിന് പോയിരിക്കുകയാണെന്ന് അറിഞ്ഞു. അതുകൊണ്ട് അങ്ങേ വിളിക്കാൻ സാധിച്ചില്ല. എത്രയോ മന്ത്രവാദികൾ വന്നു, അവർ വന്ന് മന്ത്രവാദം ചെയ്തു, പൂജകൾ കഴിച്ചു. പക്ഷേ എൻ്റെ മകളെ ബാധിച്ച ആ യക്ഷിയെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും തിരുമേനിയെ കണ്ടല്ലോ, സന്തോഷമായി. എങ്ങനെയെങ്കിലും എൻ്റെ ജീവനായ മകളെ അങ്ങ് അവളെ ബാധിച്ചിരിക്കുന്ന യക്ഷിയെ ഒന്ന് ഒഴിവാക്കി തരണം. തമ്പുരാനെ, വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. അടിയൻ വന്നല്ലോ, ഇനി അടിയൻ നോക്കിക്കൊള്ളാം. ഏതായാലും വരണത് 30 വെള്ളിയാഴ്ചയല്ലേ, രാത്രി നമുക്കൊരു ഹോമം നടത്താം. ആ ഹോമത്തിലൂടെ അങ്ങയുടെ മകളെ ബാധിച്ചിരിക്കുന്ന ആ യക്ഷിയെ ഞാൻ ഒഴിപ്പിച്ചു തരാം. മഹാരാജാവിന് സന്തോഷമായി. ഇദ്ദേഹം ഒരു ലിസ്റ്റൊക്കെ കയ്യിൽ കൊടുത്ത് അവിടെ നിന്ന് പോയി. ദിവസങ്ങൾ കടന്നുപോയി.
മുപ്പട്ട വെള്ളിയാഴ്ച അർദ്ധരാത്രി സമയം. ആ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ ഒരു അഗ്നികുണ്ഡം അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഹോമകുണ്ഡം. ആ ഹോമകുണ്ഡത്തിൻ്റെ മുന്നിൽ ഭസ്മലേപനം ചെയ്ത് ചുവന്ന പട്ടുടുത്ത് ചുവന്ന ഉത്തരീയം ധരിച്ച് മഹാമാന്ത്രികനായ കല്ലൂർ മനക്കല തിരുമേനി ആവാഹന മന്ത്രം ജപിക്കുകയാണ്. ഓം ഹ്രീം അസൗ ഹം ഫട്ട്, ഓം ഹ്രീം അസൗ ഹം ഫട്ട്, ഓം ഹ്രീം അസൗ ഹം ഫട്ട്. ഏതാണ്ട് 1 മണിക്കൂർ നേരത്തെ ആവാഹന മന്ത്രത്തിന് ശേഷം തിരുമേനി എഴുന്നേറ്റു. എവിടെയാ തമ്പുരാട്ടിയെ പൊട്ടിയിരിക്കണേ? തമ്പുരാൻ പറഞ്ഞു, വരൂ കാണിച്ചു തരാം. തമ്പുരാനും പരിവാരവും മുന്നില്, പുറകില് കിണ്ടിയിൽ ജലമായിട്ട് മഹാമാന്ത്രികനായ കല്ലൂർ മനക്കല തിരുമേനി അവരെ നടന്ന് ആ ഇടനാടിയിലൂടെ നടന്ന് ഒരു മുറിയുടെ മുന്നിലെത്തി. ചിത്രപ്പണികളുള്ള വാതിലുള്ളൊരു മുറി. ആ മുറി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, തിരുമേനി ദാ ഈ മുറിയിലാണ് എൻ്റെ മകളെ ബന്ധിച്ചിരിക്കണേ. കല്ലൂർ മനക്കൽ തിരുമേനി നോക്കി, 101 ആനച്ചങ്ങലകളിട്ട് അത് ബന്ധിച്ചിരിക്കുകയാണ്. എന്താ തമ്പുരാനേത്, ഇത്രയും ബന്ധവസ്ഥം വേണോ? 101 ആനച്ചങ്ങലകൾ കൊണ്ട് അത് ബന്ധിച്ചിരിക്കുകയാണ് മുറി. പറഞ്ഞിട്ട് കാര്യമില്ല തിരുമേനി, അത്രയും ശക്തിയുള്ളൊരു ഋഷിയാണ് എൻ്റെ മകളെ ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 1-2 ചങ്ങലകളാണെങ്കിൽ അവൾ ആ മുറി തകർത്ത് പുറത്തേക്ക് പോകും. ഒരു 2 മാസം മുമ്പ് ഒരു മന്ത്രികൻ വന്നിരുന്നു. അയാളുടെ വാക്കുകേട്ട് മുറി തുറന്നു. പുറത്തു പോയ ആ തമ്പുരാട്ടി 7 പേരെ പിച്ചി ചീന്തി കൊന്നു എന്ന് മാത്രമല്ല, ഇതെല്ലാം സാഹസമാണ് കാണിച്ചത്. അതിനുശേഷം പുറത്തിറങ്ങാതിരിക്കാനാണ് ഞാൻ ഈ 101 ചങ്ങലയിട്ട കെട്ടിയിരിക്കുന്നത്. ശരി, കാര്യം മനസ്സിലായി, തുറക്കുക. ഞാൻ വന്നല്ലോ, ധൈര്യമായിട്ട് തുറക്കുക. ഇത് കേട്ടപ്പോൾ ഭയന്ന തമ്പുരാൻ പറഞ്ഞു, തിരുമേനി അങ്ങ് തന്നെ തുറക്കുക താക്കോൽക്കൂട്ടം. ആ താക്കോൽക്കൂട്ടം അങ്ങോട്ട് കൊടുത്തു. യാതൊരു ഭയമില്ലാതെ കല്ലൂർ മനക്കല തിരുമേനി ആ താക്കോൽക്കൂട്ടം അങ്ങോട്ട് മേടിച്ചു. ഓരോ പൂട്ടായിട്ട് തുറന്നു. 101 പൂട്ട് തുറന്നു. 101 പൂട്ട് തുറന്നതും അദ്ദേഹം തൻ്റെ 2 കൈകളാലും ആ മുറിയുടെ വാതിലങ്ങോട്ട് തുറന്നതും അവിടെ ചിത്രപ്പണിയുള്ള നിലത്ത് തമ്പുരാട്ടി കിടക്കുകയാണ്, കമഴ്ന്ന് കിടക്കുകയാണ്, അർദ്ധനഗ്നയായി കമഴ്ന്ന് കിടക്കുകയാണ്. യാതൊരു ഭയം കൂടാതെ കല്ലൂർ മനക്കൽ തിരുമേനി അകത്തേക്ക് കാലു വെച്ചതും ആ പാദസ്പർശം കേട്ടതും കമഴ്ന്ന് കിടന്ന ആ തമ്പുരാട്ടി സാവധാനം തല ഉയർത്തി. ചുവന്ന കണ്ണുകൾ, വളഞ്ഞ പിരികം, ഈ ചുണ്ട് കടിച്ചിട്ട് രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവളങ്ങോട്ട് എഴുന്നേറ്റു. താൻ അഗ്നിയാണെന്നുള്ള കാര്യം മറന്നുകൊണ്ട് തൻ്റെ മുന്നിൽ കല്ലൂർ മനക്കൽ തിരുമേനിയെ കണ്ടപ്പോൾ അവളങ്ങോട്ട് എഴുന്നേറ്റു. ഘോരമായി അട്ടഹസിച്ചുകൊണ്ട് ഓടി കല്ലൂർ മനക്കൽ തിരുമേനിയുടെ അടുത്തേക്ക് വന്നപ്പോ ആ കിണ്ടിയിലുണ്ടായിരുന്ന ജലമെടുത്ത് ഒഴിച്ചു. നിക്കവിടെ. അവിടെ നിന്നു. ആ ജലം കൂടെ വീണതും പാഞ്ഞു വന്ന തമ്പുരാട്ടി അവിടെ നിന്നു. വേണ്ട, എന്നോട് നിന്റെ കളിയൊന്നും വേണ്ട, നടക്കൂ, ഹോമകുണ്ഡത്തിന്റെ അടുത്തേക്ക് നടക്കൂ. അനുസരണയുള്ളൊരു കുട്ടിയെ പോലെ തമ്പുരാട്ടി 2 കൈകളും കെട്ടി ആ കല്ലൂർ മനക്കല തിരുമേനിയുടെ പുറകിലങ്ങോട്ട് നടന്നു. അവരങ്ങനെ നടക്കുകയാണ്. വരാന്തയിലൂടെ നടന്ന് ഹോമകുണ്ഡത്തിൻ്റെ അടുത്തെത്തി. ഒരു പലകിട്ട് കൊടുത്തു. ഇരിക്കുക. ആ പലകിലങ്ങോട്ട് ഇരിക്കുക. തമ്പുരാട്ടി ഇരുന്നു. അവൾക്ക് അഭിമുഖമായി മറ്റൊരു പലകയിട്ടു. കല്ലൂർ മനക്കല തിരുമേനി ഇരുന്നു. പറ, ആരാ നീ? എപ്പോഴാണ് തമ്പുരാട്ടിയെ ബാധിച്ചത്? പറയില്ല, ഞാൻ പറയില്ല, സത്യമായിട്ട് ഞാൻ പറയില്ല. ആര് വിചാരിച്ചാലും പറയില്ല. നീ പറയും, നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും. സാധ്യമല്ല, ആര് വിചാരിച്ചാലും പറയില്ല. നീ പറയില്ല അല്ലേ? നീ പറയില്ല അല്ലേ? നീ പറയില്ല അല്ലേ? തെച്ചിപ്പൂവെടുത്തു, കുങ്കുമമെടുത്തു, ആ കിണ്ടിയിലെ ജലമൊഴിച്ചു. എന്നിട്ട് ആ തമ്പുരാട്ടിയുടെ ദേഹത്തേക്ക് ഒഴിച്ചതും വേണ്ട, ഞാൻ ഒഴിച്ചു പോകോളാം, എന്നെ ഉപദ്രവിക്കരുത്. ആ അങ്ങനെ അനുസരണമുള്ളൊരു കുട്ടിയെ പോലെ ആരാ നീ? എപ്പോഴാണ് ഈ തമ്പുരാട്ടിയെ ബാധിച്ചത്? തമ്പുരാട്ടി പറയാൻ തുടങ്ങി. ഒരു 3 മാസങ്ങൾക്ക് മുമ്പുള്ളൊരു സന്ധ്യാസമയം ഞാനിവിടെ കൊട്ടാരത്തിനടുത്തുള്ള കുളത്തിൻ്റെ പാലമരത്തിൽ തലകീഴായി ഇങ്ങനെ കിടക്കുകയായിരുന്നു. ആരെ ബാധിക്കണം, ആരിൽ പ്രവേശിക്കണമെന്ന് വിചാരിച്ച് കിടക്കുന്ന സമയത്ത് ഈ തമ്പുരാട്ടി
തോഴിമാരോടൊത്ത് കുളിക്കാൻ വേണ്ടി ആ കുളത്തിൽ വന്നു, നീരാടാൻ വേണ്ടി ആ കുളത്തിൽ വന്നു. ഞാൻ വിചാരിച്ചു, ഈ തമ്പുരാട്ടിയെ ബാധിച്ചാൽ ആ കൊട്ടാരത്തിൽ സകല സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് വളരെ കാലം അവിടെ കഴിയാമെന്ന് കരുതി ആ തമ്പുരാട്ടിയെ ബാധിക്കാൻ വേണ്ടി ഞാൻ മനസ്സിലങ്ങോട്ട് വിചാരിച്ചു. തമ്പുരാട്ടി കുളത്തിലിറങ്ങി നീന്താൻ തുടങ്ങി. ആ സമയം ആ തമ്പുരാട്ടിയെ ആകർഷിക്കാൻ വേണ്ടി ഞാൻ ആ കുളത്തിന്റെ മധ്യത്തില് ഒരു സ്വർണ്ണ താമരയായിട്ട് ഇരിഞ്ഞങ്ങനെ നിന്നു. നീന്തിക്കൊണ്ടിരിക്കുന്ന തമ്പുരാട്ടി, തുടിച്ചുകൊണ്ടിരിക്കുന്ന തമ്പുരാട്ടി എന്നെ കണ്ടു അല്ല, ആ താമരപ്പൂവിനെ കണ്ടു. ആ താമരപ്പൂവിൽ ആകൃഷ്ടയായ തമ്പുരാട്ടി സാവധാനം 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 തുഴഞ്ഞു വന്ന് ആ താമരയെ സ്പർശിച്ചതും തിരുമേനി, അങ്ങനെയാണ് ഞാൻ ആ തമ്പുരാട്ടിയെ ബാധിച്ചത്. കാര്യമൊക്കെ മനസ്സിലായിരിക്കണം. ഒഴിഞ്ഞു പോവാ മനസ്സിലായി. അങ്ങ് എന്ത് വന്നാലും എന്നെ ഒഴിപ്പിക്കുന്നറിയാം. പക്ഷെ ഒഴിപ്പിക്കുന്നതിന് മുമ്പ് അങ്ങ് എനിക്കൊരു സത്യം ചെയ്തു തരണം. എന്താ സത്യം? വേറൊന്നുമല്ല, അങ്ങ് എന്നെ ഈ തമ്പുരാട്ടിൽ നിന്നും ഒഴിപ്പിച്ചാൽ വേറെ എവിടെയെങ്കിലും പോയി ആരെങ്കിലും ബാധിക്കുകയാണെങ്കിൽ അവിടെ വന്ന് ഒഴിപ്പിക്കില്ല എന്നൊരു സത്യം എനിക്ക് ചെയ്തു തരണം. ആ സത്യം ചെയ്തു തന്നാൽ ഞാൻ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോക്കോളാം, തമ്പുരാട്ടിയുടെ ദേഹത്ത് നിന്ന് ഒഴിഞ്ഞു പോകോളാം എന്ന്. അതിനെന്താ ചെയ്യാലോ? ദേവി മഹാത്മ്യ ഗ്രന്ഥം എടുത്തു കയ്യില്. ഈ ദേവി മഹാത്മ്യ ഗ്രന്ഥമാണ് സത്യം. നീ തമ്പുരാട്ടിൽ നിന്ന് ഒഴിഞ്ഞുപോയി വേറെ ആരെങ്കിലും നീ ബാധിക്കാൻ ശ്രമിച്ചാൽ അവിടെ വന്ന് ഞാൻ ഒരിക്കലും മന്ത്രവാദത്താൽ നിന്നെ ഒഴിപ്പിക്കാൻ ശ്രമിക്കില്ല. സത്യം സത്യം സത്യം. തിരുമേനി, അവിടുന്ന് ആവാഹന മന്ത്രം ജപിച്ചുകൊള്ളൂ, ഞാൻ ഈ ശരീരത്തിൽ നിന്നും ഒഴിഞ്ഞു പോക്കോളാം. കല്ലൂർ മനക്കൽ തിരുമേനി ആവാഹന മന്ത്രം തുടർന്നു. ഓം ഹ്രീം ഹം അസൗഹം പട്ട്, ഓം ഹ്രീം അസൗഹം പട്ട്, ഓം ഹ്രീം അസൗഹം. പെട്ടെന്നൊരു കരച്ചിലോടെ നിലവിളിയോടെ തമ്പുരാട്ടി ബോധം കെട്ടി താഴെ വീണു. അല്പസമയം കഴിഞ്ഞ് മുഖത്ത് വെള്ളം തളിച്ചപ്പോൾ തമ്പുരാട്ടി എഴുന്നേറ്റു. ചുറ്റുള്ള ആളുകളെ കണ്ടു. അയ്യോ, എന്താ ഇവിടെ എല്ലാവരും കൂടിയിരിക്കണേ? എന്താ ഇവിടെ വിശേഷം? തമ്പുരാട്ടിയെ ആ ബാധിച്ചിരുന്ന യക്ഷി എവിടേക്കോ പോയി. തമ്പുരാൻ ഇതിൽ പരം സന്തോഷമില്ല. കാരണം തൻ്റെ പുത്രി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചപ്പോൾ ആ യക്ഷിയിൽ നിന്നും മോചിയായിരിക്കുകയാണ്. അങ്ങനെ ആ കല്ലൂർ മനക്കൽ തിരുമേനിക്ക് ധാരാളം സമ്മാനങ്ങൾ കൊടുത്ത്, ധാരാളം സ്വർണ്ണ നാണയങ്ങളെല്ലാം കൊടുത്ത് അദ്ദേഹത്തെ യാത്രയാക്കി. പിന്നെ ആ തമ്പുരാട്ടിക്ക് ഒരിക്കലും ആ യക്ഷിയുടെ ബാധ ഉണ്ടായിട്ടില്ല. കാലങ്ങൾ പലതും കടന്നു. മുട്ടുകൾ വിരിഞ്ഞു, വിരിഞ്ഞവ കൊഴിഞ്ഞു, വീണ്ടും മുട്ടുകൾ വിരിഞ്ഞു. മുട്ടുകൾ വിരിഞ്ഞു, വിരിഞ്ഞവ കൊഴിഞ്ഞു, വീണ്ടും മുട്ടുകൾ വിരിഞ്ഞു. വീണ്ടും മുട്ടുകൾ വിടരും പ്രഭാതങ്ങൾ, കാലചക്രത്തിൻ ചലനങ്ങൾ. മുട്ടുകൾ വിരിഞ്ഞു, വിരിഞ്ഞവ കൊഴിഞ്ഞു, വീണ്ടും മുട്ടുകൾ വിരിഞ്ഞു. കാലങ്ങൾ പലത് കടന്നിട്ടും ആ തമ്പുരാട്ടിയെ യക്ഷിയെ ബാധിച്ച യക്ഷിയെക്കുറിച്ച് ആർക്കും അറിയില്ല. യക്ഷിയും മറന്നു, തമ്പുരാൻ്റെ കാലവും കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു ദിവസം പഴയ ഒരു ഗ്രാമത്തിൻ്റെ സന്ധ്യാസമയം. ഒരു വഴിയുണ്ട്, വഴിയെന്ന് പറയാൻ പറ്റില്ല, ആളുകൾ നടന്ന് കാൽപാദം പതിഞ്ഞ ഒരു ചെറിയ വഴി, നാട്ടുവഴി. സന്ധ്യാസമയമാണ്, പകലെ അധികം ആൾക്കാർ വരാറില്ല. ഒന്നോ രണ്ടോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലാണ്ട് ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ 4 നാഴിക കഴിയണം അടുത്ത വീട്ടിലേക്ക്. അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു ഗ്രാമപ്രദേശം. പ്രശാന്ത സുന്ദരമായ ഗ്രാമപ്രദേശം. ഈ സന്ധ്യാസമയത്ത് നമ്മൾ നിൽക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് 1-2 പേര് പോകുന്നുണ്ട്. ഒരാൾ നടന്നു വരുന്നുണ്ട്. ശ്രദ്ധിക്കണം, കാരണം ഇനി ഞാൻ പറയാൻ പോകുന്ന കഥയിലെ നായകനാണ് അദ്ദേഹം. അദ്ദേഹം അടുത്തെത്തിയപ്പോൾ ആ രൂപം കണ്ടപ്പോൾ മനസ്സിലായി. കുടുമ കെട്ടിവെച്ച് ഭസ്മലേപനം ചെയ്ത് പൂണൂൽ ധരിച്ച് അങ്ങനെ കയ്യിലൊരു ബാണമായിട്ട് വരുന്നത് ഒരു നമ്പൂതിരിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. അടുത്തങ്ങോട്ട് ചെന്നു ചോദിച്ചു, എന്താ പേര്? എൻ്റെ പേര് ഭട്ടതിരി എന്നാ. അല്ല, എവിടേക്കാ പോണേ? അറിഞ്ഞില്ലേ? തൃപ്പൂണിത്തുറ പൂർണ്ണശ്രീശന്റെ ക്ഷേത്രത്തിലേ കൊടിയേറിയിട്ടാ. 9 ദിവസം ഇനി അവിടെ ഉത്സവമാണ്. 9 ദിവസവും കഥകളി ഉണ്ടാവും. 4 ഗോപുരത്തിലും കഥകളി ഉണ്ടാവും. ഇനി ഞാൻ തിരിച്ച് ഇല്ലത്തേക്ക് മടങ്ങണത് 9 ദിവസം കഴിഞ്ഞിട്ടാ. എല്ലാ ഭാഗത്തും ഞാൻ കഥകളി കാണും. അന്നത്തെ കാലത്ത് നമ്പൂരിമാരുടെ ഏറ്റവും വിനോദമായിരുന്നു കഥകളി കാണുക എന്ന്. ആ കഥകളി കാണാൻ വേണ്ടി ഭട്ടതിരി പുറപ്പെട്ടിരിക്കുകയാണ്. അന്ന് ബസ്സും യാത്രാ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നടന്നു വരികയാണ്. നടന്നു വന്ന് ഇവിടെ എത്തിയപ്പോൾ സന്ധ്യയായി. അതെയോ? അപ്പോൾ അങ്ങ് അതിന് പോവാണല്ലേ? അപ്പം നല്ലോണം സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഒരു 55 വയസ്സ് തോന്നും.
എന്നാലും 55 വയസ്സായാലും അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ, ശരീരത്തിലേക്ക് നോക്കിയാൽ അത് തോന്നുന്നില്ല. കാരണം വടിവാർന്നോരാദേഹം തണയുവാനാവാതെ വാർദ്ധക്യം പോലും മടിച്ചു നിൽക്കും. വടിവാർന്നോരാദേഹം തണയുവാനാവാതെ വാർദ്ധക്യം പോലും മടിച്ചു നിൽക്കും. 55 വയസ്സായാലും 30 വയസ്സിൻ്റെ പുഷ്ടിയുണ്ട്. അത്രയും പുഷ്ടിയുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, അന്നത്തെ കാലത്തെ ആളുകളുടെ ഭക്ഷണം അങ്ങനെയാണ്. നമ്മളെന്താ 2 ദോശ, എന്താ 2 അല്ലെങ്കിൽ ഒരു ചായ കുടിക്കില്ല. അന്നത്തെ കാലത്തെ ദോശ എന്ന് പറഞ്ഞാൽ നാഴി ഉഴുന്ന് അരയ്ക്കും, വലിയൊരു ചീനച്ചട്ടി കൊണ്ടുവരും, നാഴി നെയ്യൊഴിക്കും, ഈ മാവ മുടക്ക വെക്കും, കുറേ നേരം മൊരിച്ച ശേഷം കമത്തിയിട്ട കടലാമ പോലെ 2 ദോശ കാലത്ത്. അദ്ദേഹം ചോദിച്ചാൽ 2 ദോശ. ഇനി ഒരു ഗ്ലാസ് പാല് കുടിച്ചു എന്ന് പറയും. ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ഗ്ലാസ് അല്ല, അന്നത്തെ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇത്ര വലിയൊരു ഗ്ലാസ്. അതുപോലെ അന്നത്തെ ആളുകളുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് പോയാൽ നമുക്കിപ്പോൾ ഒരു പന്തി തന്നെ ഉണ്ണാൻ പറ്റണില്ല അല്ലേ? അന്ന് അങ്ങനെയല്ല. എത്ര പന്തിയുണ്ടോ ആ പന്തി മുഴുവൻ ഉണ്ട് കഴിഞ്ഞിട്ടേ എണീറ്റ് പോവുള്ളൂ. ചിലപ്പോൾ എണീക്കാൻ പറ്റില്ല, അവിടെ തന്നെ കിടക്കും. വയറങ്ങോട്ട് വീർത്തിട്ട് അവിടെ തന്നെ കിടക്കും. അത് അങ്ങനത്തെ ഒരു പതിവാണ് അന്നത്തെ കാലത്ത്. ഒരാൾ ഇതുപോലെ 7 പന്തി ഉണ്ടു, എണീക്കാൻ വയ്യാണ്ടായി അവിടെ കിടന്ന് അയ്യോ എനിക്ക് വയ്യേ എന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ അത് കൂടി പോയത്രേ. എന്താന്ന് ചോദിച്ചു. എനിക്ക് വയ്യ, ശ്വാസം മുട്ടിയിട്ട് വയ്യ, വായ പൊളിച്ചുകൊണ്ടിങ്ങനെ കരയാണുള്ളത്. ഇയാൾ നോക്കിയപ്പോൾ അയാളുടെ വായിക്കകത്ത് അവിയലിൻ്റെ കഷ്ണം, സാമ്പാറിൻ്റെ കഷ്ണം കാണുന്നു. അത്രയും തിന്നു കഴിഞ്ഞു. ഉടനെ ചോദിച്ചു, ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? ഒരു വിരലെടുത്ത് വായിലേക്ക് ഇട്ടാൽ ഛർദ്ദിച്ച് കളയാപ്പോരെന്ന്. ഉടനെ ഇയാൾ പറഞ്ഞു, അതല്ലേ കുഴപ്പം, ഒരു വിരൽ കിടത്താനുള്ള സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു പഴം തിന്നേനെ, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കണേന്ന്. അതുകൊണ്ടാണ് അന്നത്തെ ആഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ വടിവാർന്നോരാദേഹം തണയുവാനാവാതെ വാർദ്ധക്യം പോലും മടിച്ചു നിൽക്കും. വടിവാർന്നോരാദേഹം തണയുവാനാവാതെ വാർദ്ധക്യം പോലും മടിച്ചു നിൽക്കും. അതുമാത്രമല്ല, വരുന്ന ആൾ സാധാരണ മനയിലല്ല, നല്ലൊരു മാല, സ്വർണ്ണമാല കഴുത്തിട്ടിട്ടുണ്ട്. വളരെ വെളുത്ത ആ മാറിൽ ആ സ്വർണ്ണമാല നല്ല സൗന്ദര്യമായിട്ടുണ്ട്. ആ മാലയുടെ കാര്യം പറയുകയാണെങ്കിൽ, സ്വർണത്തിൽ തീർത്തൊരു രുദ്രാക്ഷമാലയ്ക്കു 10 പവനോളം തൂക്കം വരും. സ്വർണത്തിൽ തീർത്തൊരു രുദ്രാക്ഷമാലയ്ക്കു 10 പവനോളം തൂക്കം വരും. ഉദ്ദേശം ഒരു 10 പവനോളം തൂക്കം വരൂലേ? അപ്പോൾ ആ മാലയും കൂടി ഇട്ടപ്പോൾ ആ മാറ് നല്ല സൗന്ദര്യമായി. സാധാരണ അങ്ങനെ തന്നെയാണ്. ഈ സ്വർണത്തിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എത്ര ഭംഗിയില്ലാത്തവരും ഒരു സ്വർണ്ണമാല ഇട്ടാൽ അത് സ്ത്രീകളായാലും ആണുങ്ങളായാലും ഒരു പ്രത്യേക സൗന്ദര്യം ഉണ്ടാവില്ലേ? സ്വർണത്തിന് അങ്ങനെയാണ്. സ്വർണത്തിന് ഇട്ട് കഴിഞ്ഞാൽ സാധാരണ പറയില്ലേ, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു പണ്ട്. അദ്ദേഹം പറയും, റാവു ഞാൻ വെളുത്ത കുട്ടിയെ അല്ലാണ്ട് കല്യാണം കഴിക്കില്ല, വെളുത്ത് നല്ല പൂവമ്പഴം പോലെയുള്ള കുട്ടിയെ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് ദിവസം അവനെ കണ്ടില്ല. ഒരു ദിവസം നോക്കാവോ, സ്കൂട്ടറിൻ്റെ പുകയിൽ കറുത്ത കാക്കയെ പോലെ ഒരു സാധനം വെച്ചിട്ട് പോകും. കല്യാണം കഴിച്ചാണ്. അവൻ പറഞ്ഞതാണ് വെളുത്ത കുട്ടിയെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞതാ. ഇപ്പോൾ കാക്കയെ പോലെ ഒന്നിനെ വെച്ചോണ്ട് പോകും. നോക്കിയപ്പോൾ വെറുതെ അല്ല, കഴുത്തിലൊരു 50 പവൻ, കയ്യിലൊരു 40 പവൻ. നോക്കിയപ്പോൾ സ്വർണം കണ്ടപ്പോൾ അവൻ നിറമൊന്നും നോക്കിയില്ല. അപ്പോൾ സ്വർണം ആരും ഇട്ടാലും ഒരു പ്രത്യേകതയാണ്. ഇനി സ്ത്രീകൾക്ക് മാത്രമല്ല, നമ്മളും അങ്ങനെയാണല്ലേ. നല്ല അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഒരു ചെയിനൊക്കെ ഇട്ടിട്ട് ആ 2ാം മുണ്ടൊക്കെ ഇട്ട് പോകുമ്പോൾ ഒരു നല്ല സൗന്ദര്യമാണല്ലേ. ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ഗ്രാമത്തിൽ. അയാൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാല മേടിക്കണം, ഭയങ്കര ആഗ്രഹമാണ് മാല മേടിക്കണം, സ്വന്തമായിട്ട് ഇടണമെന്ന്. അങ്ങനെ ചിട്ടിയൊക്കെ പിടിച്ച് ഒരു പവൻ മാല മേടിച്ചു. ഈ മാല മേടിച്ചാൽ പോരാ. സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഇട്ടഴിഞ്ഞ് കല്യാണത്തിന് എങ്ങാനും പോകുമ്പോൾ കൂട്ടുകാരൊക്കെ ചോദിക്കണം, ഇത് എവിടെ നിന്നാണ് മേടിച്ചത്, ജോസ്കൊന്നാണോ ഭീമയെന്നാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ വിവരമൊക്കെ അറിഞ്ഞാലേ മനസ്സിലൊരു സന്തോഷമുള്ളൂ. ഇവിടെ എന്ത് പറ്റിയെന്നറിയാമോ? ഈ ചെറുപ്പക്കാരൻ ഷർട്ടിട്ട് നടക്കണമുണ്ട്, ഈ മാല ആരും കാണുന്നില്ല. ഇനി അത് കുറേ കഴിഞ്ഞപ്പോൾ അവനെന്ത് ചെയ്തു, ആരും ചോദിക്കണമില്ല, ആരെങ്കിലും ചോദിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അതിന് അവനൊരു വഴി ചെയ്തു. അവനെന്ത് ചെയ്തു, ഒരു ദിവസം 2 ബട്ടൺസ് പൊട്ടിച്ച് കളഞ്ഞു ഷർട്ടിൻ്റെ. അപ്പം ഇങ്ങനെ നടക്കുമ്പോൾ കുറച്ച് കാണാമല്ലോ, അത് കണ്ടു കുറച്ചൊക്കെ ചോദിച്ചു. എന്നാലും എല്ലാവരും അവിടെ കാണുന്നില്ല. ഇവനിങ്ങനെ ആലോചിച്ചു, എന്താ എല്ലാവരും ഇത് ചോദിക്കാൻ എന്താ മാർഗം എന്ന് ആലോചിച്ചു. പെട്ടെന്ന് തോന്നി ഒരു വഴിയുണ്ട്. അവൻ ദൂരത്ത് 2 കിലോമീറ്റർ അപ്പുറത്തൊരു പുഴയുണ്ട്. രാവിലെ എണ്ണ തേച്ച് കുളിക്കാൻ പോകുമ്പോൾ ഷർട്ടിടില്ലല്ലോ, സൈക്കിളിലുണ്ട്. അപ്പോൾ സൈക്കിളിൽ പോകുമ്പോൾ എല്ലാവരും ചോദിക്കും, ഇത് എവിടെ നിന്നാണ് മേടിച്ചാൽ എന്താണെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു ഇവൻ ദിവസവും കാലത്ത് എണ്ണയൊക്കെ തേച്ചിട്ട് ഈ മാല ഇങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോൾ 2 വശത്തും ആൾക്കാർ കാണും, അവരൊക്കെ ഇങ്ങനെ നോക്കും. ചിലർ ചോദിക്കും, കുട്ടപ്പാ എത്രയായി, നന്നായിട്ടുണ്ട് കേട്ടോ, നിനക്ക് വളരെ നന്നായിട്ടുണ്ട് മാല. ഇവന് സന്തോഷമായി. ഇങ്ങനെ ആളുകൾ പറയും തോറും ഇവൻ്റെ കുളി കൂടി. ഉച്ചയ്ക്കായി, വൈകുന്നേരമായി, 3 നേരമായി കുളി. ഇവൻ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി തുടങ്ങിയത്രേ. അങ്ങനെ പോണ സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ, വൈകുന്നേരം ആയിക്കഴിഞ്ഞ് ഈ ആൽത്തറയിൽ കുറേ പ്രായമായിട്ടുള്ളവരൊക്കെ കൂടും, ഇങ്ങനെ വർത്താനം പറഞ്ഞു കൂടും. അവരിത് കാണാറുണ്ട്.
അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇവൻ പോണ സമയത്ത് അവർ പറഞ്ഞു അത്രേടാ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ് കേട്ടോ, അവൻ മാലയല്ലേ മേടിച്ചുള്ളൂ, എങ്ങാനും അരഞ്ഞാണം മേടിച്ചിരുന്നെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണെന്ന്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ സ്വർണത്തിൽ തീർത്തൊരു രുദ്രാക്ഷമാലയ്ക്കു 10 പവനോളം തൂക്കം വരും. സ്വർണത്തിൽ തീർത്തൊരു രുദ്രാക്ഷമാലയ്ക്കു 10 പവനോളം തൂക്കം വരും. അങ്ങനെ ഭട്ടതിരി ആ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലെ കഥകളി കാണാൻ വേണ്ടി അങ്ങനെ പുറപ്പെട്ടു. അങ്ങനെ നടന്ന് കുറേ ദൂരം ചെന്നു. പോണ സമയത്ത് പണ്ടത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ നമ്പൂരിമാർ കഥകളി മാത്രമേ കാണുള്ളൂ. അങ്ങനെ കാണുമ്പോൾ അതിൻ്റെ പാട്ടുകളൊക്കെ ഹൃദയത്തോണ്. അപ്പോൾ മനസ്സിലുള്ള ആ കഥകളിയുടെ പാട്ടും മൂളിക്കൊണ്ട് ഭട്ടതിരി സന്തോഷത്തോടെ അങ്ങനെ നടക്കാൻ തുടങ്ങി. ഇനി നിന്റെ മണിമാറിൽ മയങ്ങാൻ ഇവനും കമനീയനുമതി നൽകൂ. ഇനി നിന്റെ മണിമാറിൽ മയങ്ങാൻ ഇവനും കമനീയനുമതി നൽകൂ. അരുതരുതമലേനി വൈകരുതിനിമേലി പകരൂ സുഖമകരന്തം. മലരമ്പനീത ജനമേറ്റു പ്രാണൻ ഇളയുന്നു കാണുക കമനീ. അങ്ങനെ പോയി പോയി നടന്ന് സന്ധ്യമയകി രാത്രിയായി. പൗർണമിയായതുകൊണ്ട് നിലാവുദിച്ചു, നല്ല വെളിച്ചം. എന്നാൽ ആ വെളിച്ചവും ഈ ഭട്ടതിരി ഒന്ന് ഭയപ്പെടുത്തി. കാരണം നിലാവിലെ ഏകനായിട്ട് പോകുമ്പോൾ നിലാവെളിച്ചവും നമുക്ക് ഭയപ്പെടുത്തും. അങ്ങനെ നടന്ന് നാലും കൂടിയ കവലയിലെത്തി. അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിനൊരു സംശയം. തൃപ്പൂണിത്തുറയ്ക്ക് ഇങ്ങനെയാണോ പോകേണ്ടത്, ഈ വഴിക്കാണോ പോകേണ്ടത്, ഈ വഴിക്കാണോ പോകേണ്ടത്? എത്രയോ കാലം താൻ വന്നിട്ടുണ്ട്, പക്ഷേ ഇന്നാണ് വഴി തെറ്റിയോ എന്നൊരു സംശയം. ആരോട് ചോദിക്കുക? ആരോടെങ്കിലും വഴി ചോദിക്കാന്ന് പറഞ്ഞാൽ ഒരൊറ്റ മനുഷ്യനെ കാണാനില്ല, പകലേ ആരും ഉണ്ടാവില്ല. അപ്പം രാത്രി ഒരു 10 മണിയാകുമ്പോൾ ആരെയാ കാണുക? അങ്ങനെ ആലോചിച്ചു ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇരിക്കാം, ഇനി മുന്നോട്ട് പോയാൽ ശരിയാവില്ല, ആരെങ്കിലും കണ്ട ഭാഗ്യത്തിന് വഴി ചോദിക്കാം, ഇല്ലെങ്കിൽ രാവിലെ ആയിട്ട് പുറപ്പെടാന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. നിലാവിന്റെ പാൽക്കടലിൽ നീരാടും രാത്രി മാനത്തെ മനോഹരമായ ചന്ദ്രൻ നിലാവിന്റെ സന്തോഷം കൊടുത്തില്ല. ചെറിയൊരു ഭയം, ഏകാന്തമായ സ്ഥലം മലർമെത്തയിൽ ദേവൻ മാന്തളിരാലമ്പുകളെയും മാതകരാത്രി. മണിയറയിൽ മിഥുനങ്ങൾ മലർമെത്തയിൽ ദേവൻ മാന്തളിരാലമ്പുകളെയും മാതകരാത്രി. നിലാവിന്റെ പാൽക്കടലിൽ നീരാടും രാത്രി. അങ്ങനെ ഇരിക്കുന്ന ഭട്ടതിരി 4 ഭാഗത്തേക്ക് നോക്കുകയാണ്. ആരെങ്കിലും വരുന്നുണ്ടോ? ആരെങ്കിലും വന്നാൽ ദൈവാധീനമായിട്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആരെങ്കിലും വന്നാൽ വഴി ചോദിക്കായിരുന്നു. ഇങ്ങനെ നോക്കിയപ്പോൾ ദൂരെ ആ നിലാവെളിച്ചത്തിൽ കുറച്ച് മരങ്ങൾ നിൽക്കുന്നുണ്ട്. ആ മരത്തിൻ്റെ ശാഖകളൊന്ന് അനങ്ങിയോ എന്നൊരു സംശയം. ആരോ അവിടെ നിൽക്കണ പോലെ തോന്നുന്നു. തനിക്ക് തോന്നിയതായിരിക്കും, താൻ പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് തോന്നിയതായിരിക്കും. ശ്രദ്ധിച്ചില്ല, ആരോ അവിടെ നിൽക്കേണ്ട ഒരു നിഴല് കാണുന്നുണ്ട്. ഭട്ടതിരി വിചാരിച്ച് ഇവിടെ ഇരുന്നിങ്ങനെ ഭയന്ന് മരിക്കുന്നതിനേക്കാളും ഭേദം അവിടെ പോയി നോക്കാം, ആരെങ്കിലും ആണെങ്കിൽ വഴി ചോദിക്കാമല്ലോ. ഇനി അതല്ല യക്ഷിയാണെങ്കിൽ പിടിച്ച് തിന്നോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഇരുന്ന് ഇങ്ങനെ മരിക്കുന്നതിനേക്കാളും പേടിച്ച് മരിക്കുന്നതിനേക്കാളും ഭേദം അവിടെ പോവുക എന്നുള്ളത്. അങ്ങനെ പതുക്കെ ഭട്ടതിരി പോയി സാവധാനം നടന്ന് ആ നിഴൽ കണ്ടതായ ഭാഗത്തേക്ക് പോയി. അവിടെ ചെന്ന ഭട്ടതിരി ഒന്നെത്തി നോക്കി. അത്ഭുതം! ഭട്ടതിരി വിചാരിച്ച പോലെ യക്ഷിയോ ഭൂതമൊന്നും ആയിരുന്നില്ല. അതിമനോഹരിയായ ഒരു പെൺകുട്ടി അവിടെ നിൽക്കുകയാണ്. അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നീലവാനം ചാലിച്ചെഴുതിയ മിഴികളിൽ നീലാഞ്ജനമഷിക്കൂട്ട്. നീലവാനം ചാലിച്ചെഴുതിയ മിഴികളിൽ നീലാഞ്ജനമഷിക്കൂട്ട്. കളമിഴിക്കോണിൽ പാലുമിട്ട് കളമിഴിക്കോണിൽ പാലുമിട്ട് സന്ധ്യയോ പുലരിയോ പൂങ്കവിളിൽ ചായമിട്ട്
ആര് കണ്ടാലും കൊതിക്കുന്ന സൗന്ദര്യത്തിന് മൂർത്തിമധുരമായ ഒരു പെൺകുട്ടി അവിടെ നിൽക്കുകയാണ്. അവളുടെ സൗന്ദര്യം കണ്ടതും ആ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് ഭട്ടതിരി ഇങ്ങനെ വായ തുറന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ തിരുമേനി ഇങ്ങനെ നോക്കണേ? ഇതിനു മുമ്പ് സ്ത്രീകളെ കണ്ടിട്ടില്ലേ? അപ്പോഴാണ് പെട്ടെന്ന് ബോധം തെളിഞ്ഞത്. ആരാ ഈ രാത്രിയിൽ എന്താ ഇങ്ങനെ നിൽക്കണേ? എന്താ തിരുമേനി മറന്നോ? എന്നെ മറന്നോ അങ്ങ്? എനിക്ക് എവിടെയോ കണ്ട പരിചയം, പക്ഷെ ഓർക്കാൻ സാധിക്കണില്ല, പ്രായമായില്ലേ. ആരാ നീ? എൻ്റെ തിരുമേനി ഇങ്ങനൊരു മറവി പാടില്ലാട്ടോ. 10-20 വർഷം അങ്ങയുടെ ഇല്ലത്തിനടുത്ത് ഒരു വാരസ്യാര് കുടുംബം താമസിച്ചിരുന്നില്ലേ? അന്ന് അവിടെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു, ഇന്ദുമതി. പിന്നെ അവിടെ വിട്ടൊക്കെ ഞങ്ങൾ പോയി വേറെ താമസാക്കി. പക്ഷെ എനിക്ക് അങ്ങയുടെ മുഖഛായ മറന്നിട്ടില്ല. അങ്ങനെ മറന്നിരിക്കും. പെട്ടെന്നാണ് ഭട്ടതിരി ആഴ്ച ഉണ്ടായിരുന്നു, ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഇന്ദുമതി എന്നാ പേര്. എപ്പോഴും അവിടെ കളിച്ചു കിടക്കും. എന്നാൽ ഇപ്പൊ അവൾ വളർന്ന് യൗവനം എത്തിക്കഴിഞ്ഞു. നീ പ്രായമായതുകൊണ്ട് എനിക്ക് മനസ്സിലാവാത്ത എന്താ ഇന്ദുമതി ഈ രാത്രി ഈ സമയത്ത്? ഒന്നും പറയേണ്ട തിരുമേനി. ഞാനും അച്ഛനും അമ്മയും കൂടി കഥകളി കാണാൻ വേണ്ടി പുറപ്പെട്ടതാ. ഒരുമിച്ചിങ്ങനെ നടന്നു പോവുമായിരുന്നു. എൻ്റെ കാലിൽ ഒരു മുള്ളു കുത്തിയത് കൊണ്ട് എനിക്ക് വേഗം നടക്കാൻ പറ്റിയില്ല. അവരിതാ പോയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ അങ്ങയെ കണ്ടത്. എനിക്ക് ഈ നിലാവത്ത് പോലും അങ്ങയെ ഓർമ്മ വന്നു. അതുകൊണ്ട് അങ്ങയെ കാത്തിരിക്കുകയാണെന്ന്. ഐസ് കട്ട ഇട്ട പോലെയായി ഭട്ടതിരിയുടെ മനസ്സിൽ. ആരെങ്കിലും ഒന്ന് ചോദിക്കാന്ന് വിചാരിച്ചപ്പോൾ ഇപ്പോൾ പരിചയമുള്ള ഒരാളെ കണ്ടിരിക്കണു. എന്തോ ഞാൻ ചോദിച്ചാലൊന്നും വിചാരിക്കരുത്, എൻ്റെ കൂടെ വരുമോ? നമുക്ക് ഒരുമിച്ച് പോവാം. എന്താ തിരുമേനി ഈ പറയണേ? അങ്ങയോടൊപ്പം പോവാന്ന് വെച്ചാൽ ഇത്രയും പരിചയമുള്ളല്ലേ. ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാളും നല്ലതാണോ അങ്ങയോടൊപ്പം പോണത്? നമുക്ക് പോവാമല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ആണുങ്ങളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആരെങ്കിലും കൂട്ടുകാരെ കണ്ട് അവരുടെ ഒപ്പം പോകും വർത്താനം പറഞ്ഞ്. അതുകൊണ്ട് തൃപ്പൂണിത്തുറ ക്ഷേത്രം എത്തുന്നത് വരെ അങ്ങനെ പിരിയില്ല എന്നൊരു സത്യം ചെയ്തു തന്നാൽ ഞാൻ വരാം. ഒരു സത്യമോ? ഞാൻ ആരെ കാണാനായി രാത്രിയിൽ? അവിടെ പരിചയമുള്ളവർ ആരും ഇല്ല. ഏതായാലും പറഞ്ഞാളയാം, അവിടെ തൃപ്പൂണിത്തുറ ക്ഷേത്രം എത്തുന്നത് വരെ ഞാൻ നിന്നെ പിരിയില്ല. പോരെ? സത്യമാണ്. അവരെ ഇത് പറഞ്ഞതിന് ശേഷം രണ്ടുപേരും കൂടി നടക്കാൻ തുടങ്ങി. കണ്ണിണകൾ വിരിഞ്ഞു, മന്ദസ്മിതം ചൊരിഞ്ഞു, കാമിനി മണി മെല്ലെ നടന്നിടിന. കണ്ണിണകൾ വിരിഞ്ഞു, മന്ദസ്മിതം ചൊരിഞ്ഞു, കാമിനി മണി മെല്ലെ നടന്നിടിന. മുഖയ പിന്നാലെ പോയവൾ കാറ്റിൻ്റെ, മുഖയ പിന്നാലെ പോയവൾ കാറ്റിൻ്റെ രാഗസംഗീതം അലയടിക്കേ. രണ്ടുപേരും കൂടി നടക്കാൻ തുടങ്ങി. അപ്പോൾ സമയം പോകണമല്ലോ, സംസാരിക്കുന്നുണ്ടോ? വിശേഷമൊന്നുമില്ലല്ലോ വാര്യത്ത്? എല്ലാവരും സുഖമായിട്ടിരിക്കണ്ടല്ലോ? ചോദിച്ചില്ലെന്ന് വേണ്ട. കഴിഞ്ഞോ? വേളി കഴിഞ്ഞോന്ന്? ഇല്ല തിരുമേനി. വരണവർക്ക് സ്വർണവും പണവും വേണ്ടത്, വാര്യത്തില്ല. അന്നത്തെ മഹാദാരിദ്ര്യം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എൻ്റെ വേളി കഴിഞ്ഞില്ല. തിരുമേനിയുടെയോ? എന്നെയും നടത്തില്ല. ഞാനിങ്ങനെ പെണ്ണു കാണാൻ പോവും. പണം ഉണ്ടെങ്കിൽ സൗന്ദര്യം ഉണ്ടാവില്ല, സൗന്ദര്യം ഉണ്ടെങ്കിൽ പണം ഉണ്ടാവില്ല. ഞാനും വേണ്ടാന്ന് വെച്ചു. അപ്പം നമ്മൾ തുല്യ ദുഃഖിതരാണല്ലേ. എൻ്റെയും വേളി കഴിഞ്ഞിട്ടില്ല, നിൻ്റെയും വേളി കഴിഞ്ഞിട്ടില്ല. കുറെ കഴിഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ഭട്ടതിരി ചോദിച്ചു, പ്രായം കൊണ്ട് വ്യത്യാസമുണ്ട്, അന്നത്തെ കാലത്താവാം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്നെ വേളി കഴിക്കാൻ നിനക്കിഷ്ടമാണോ? ഇന്ദുമതി അവിടെ നിന്നു എന്ന് മാത്രമല്ല, നാണം കൊണ്ട് കാലുകൊണ്ട് കളം വരച്ചു. എൻ്റെ ഭാഗ്യ, മഹാഭാഗ്യം. ഇത്ര വലിയൊരു ഇല്ലത്തെ തിരുമേനി എൻ്റെ കഴുത്തിൽ മാംഗല്യം ചാർത്തുകയാണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ഭാഗ്യം ഒരു സ്ത്രീക്കും കിട്ടിയിട്ടുണ്ടാവില്ല. എനിക്ക് സമ്മതമാണ്. ഇതും കൂടി കേട്ടപ്പോൾ ഭട്ടതിരിക്ക് സന്തോഷമായി. അവരങ്ങനെ ഓരോ കാര്യം പറഞ്ഞ്, എന്നാൽ ഞാൻ അടുത്ത ആഴ്ച വരാം, ഞാൻ വാര്യത്ത് വന്ന് സംസാരിക്കാം, നമ്മുടെ വേളി ഏറ്റവും വേഗത്തിൽ ചെയ്യാം. അങ്ങനെ വാക്കുകൊടുത്ത് രണ്ടുപേരും നടന്നു. കുറേ ദൂരം പോയി, പല കാര്യങ്ങളും സംസാരിച്ച് ഭട്ടതിരിയുടെ ഭയം പോയി. ആ ഇന്ദുമതിയുള്ള അഭിനിവേശം കൂടിക്കൂടി വന്നു. അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് ഭട്ടതിരി അങ്ങനെ നടന്നു ഒരു സ്ഥലത്ത് ചെറിയൊരു വഴിയിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് കരിങ്കല്ല് കൊണ്ടൊരു മതിൽ കണ്ടപ്പോൾ ഭട്ടതിരി നിന്നു. എന്താ തിരുമേനി നിന്നത്? എന്തോ തിരക്കില് നിന്നെ കണ്ടപ്പോഴുള്ള ആ കാര്യം കൊണ്ട് ഒരു കാര്യം ഞാൻ മറന്നോട്ടോ. ഈ ഇല്ലം ഏതാണെന്നറിയോ? അതെന്തിനാ അറിയണേ തിരുമേനി? ഇപ്പൊ കഥകളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവില്ലേ? നമുക്ക് കഥയൊക്കെ നാളെ പറയാം, വേഗം പോകാൻ നോക്കാം. അതല്ല, നീ അറിയണം. ഈ ഇല്ലുണ്ടല്ലോ, ഈ കരിങ്കല്ല് കൊണ്ട് കെട്ടിയ ഇല്ലം എൻ്റെ ഒരു ചങ്ങാതിയുടെയാ.
ചങ്ങാതി എന്ന് പറഞ്ഞാൽ ചെറിയ ചങ്ങാതിയല്ല. കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് പഠിച്ച് ഒരു പായിൽ കിടന്നുറങ്ങി ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച എൻ്റെ കൂട്ടുകാരനാണ്. അദ്ദേഹമാണ് മഹാമാന്ത്രികനായ കല്ലൂർ മനക്കൽ തിരുമേനി. ഒരു നിമിഷം ഇത് കേട്ടതും ഈ ഇന്ദുമതി വാരസ്യയുടെ മുഖം ഒന്ന് വാങ്ങി. തിരുമേനി, ഇതൊക്കെ പറഞ്ഞു നിൽക്കേണ്ട കാര്യമല്ലോ, നമുക്ക് പോവാം. ഒരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ ആഴ്ച ഇയാൾ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കഥകളി കാണാൻ പോകുന്നുണ്ട്, ഒരുമിച്ച് പോവാമെന്ന് പറഞ്ഞ് അയാൾ കാത്തിരിക്കുന്നുണ്ടാവും. ഇപ്പം മണി ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും, എന്നാലും വാക്കും ചെയ്യണ്ട. ബ്രാഹ്മണർക്ക് വാക്കാണ് വലുത്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യും, അകത്ത് പോയിട്ട് ഞാൻ വരണില്ല, ഏതായാലും നിനക്ക് വാക്ക് തന്നിട്ടുണ്ടല്ലോ, നിന്നെ വിട്ടുപിരിയില്ല എന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്, എന്തായാലും ഒരു വാക്ക് അവിടെ പോയിട്ട് ഞാൻ വരണില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് വരാം. വേണ്ട തിരുമേനി, അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെയല്ല, വാക്ക് ഞങ്ങൾക്ക് നമ്പൂരിമാർക്ക് വാക്കാണ് പ്രധാനം. നീ ഇവിടെ നിൽക്ക്, നീ വരണോ? ഞാനൊന്നും വേണമെങ്കിൽ പരിചയപ്പെടുത്താം. ഞാനൊന്നും വരില്ല. പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ഈ രാത്രി സമയത്ത് പോവുകയെ ഞാനൊന്നും വരില്ല. തിരുമേനി പോയിട്ട് വേഗം വരണം കേട്ടോ. എനിക്ക് തന്ന സത്യം മറക്കരുത്. ഞാൻ മറക്കില്ല. അകത്ത് പോവുക, പറയാൻ തിരിച്ചു വരിക. നേരെ ഭട്ടതിരി ആ കല്ലൂർ മനക്കൽ തിരുമേനിയുടെ ഇല്ലത്തേക്ക് കയറിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവിടെ ചാരുകസയിൽ കിടന്ന് റാന്തൽ വിളക്കും കത്തിച്ചുകൊണ്ട് വെറ്റിലയിൽ ചുണ്ണാമ്പ് വെച്ചുകൊണ്ടിരിക്കുകയാണ് മഹാമന്ത്രികനായ കല്ലൂർ മനക്കൽ തിരുമേനി. ഭട്ടതിരിയെ കണ്ടു, താൻ വന്നോ? ഞാൻ വരില്ല എന്ന് വിചാരിച്ചേ. ഞാൻ എന്താ കിടക്കാൻ ഭാവിക്കായിരുന്നു, ഈ വെറ്റിലും കൂടി മുറുക്കിയിട്ട് കിടക്കാൻ ഭാവിക്കായിരുന്നു. എന്നാൽ നമുക്ക് പോവല്ലേ, ഒരുമിച്ച് പോവല്ലേ? അപ്പോൾ ഈ ഭട്ടതിരി ഒന്ന് വല്ലാതെ പരിഭ്രമിച്ചു. അതേ, ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ തൻ്റെ കൂടെ കഥകളി കാണാൻ വരുന്നില്ല. പിന്നെയോ, അത് ഞാൻ വേറൊരു വഴിക്ക് പോകാൻ പോവാണ്. അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ പരിഭ്രമിക്കാൻ തുടങ്ങിയപ്പോൾ എന്തോടോ കാര്യം പറയണോ? കാര്യം എന്താണ്? നമ്മൾ തമ്മിൽ വല്ല രഹസ്യം ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെയായിട്ടൊരു രഹസ്യം ഉണ്ടായിട്ടില്ല. തനിക്കും രഹസ്യമില്ല, എനിക്കും രഹസ്യമില്ല. തൻ്റെ മുഖം കണ്ട ഒരു പരിഭ്രമം കാണുന്നുണ്ടല്ലോ, എന്താ ആരെങ്കിലും കൂടെ ഉണ്ടോ? അപ്പം പറഞ്ഞു, ഉണ്ട്, വേറെ ആരുമല്ല, ഞാൻ വെളി കഴിക്കാൻ പോണ ഒരു പെൺകുട്ടിയുണ്ട്. പണ്ട് എൻ്റെ ഇല്ലത്തിനടുത്ത് താമസിച്ചിരുന്ന ഒരു ഇന്ദുമതി വാരസ്യാർ ഇപ്പോൾ വഴിക്ക് വെച്ച് കണ്ടതാണ്. ഞങ്ങൾ പരിചയപ്പെട്ടു, കഥകളി കാണാൻ പുറപ്പെട്ടിട്ടുണ്ട്. അവർ കാത്തിരിക്കുന്നുണ്ട്. അവരെ കൊണ്ടുപോകാമെന്ന് ഞാൻ വാക്ക് കൊടുത്തു. ഇത് കേട്ടപ്പോൾ കല്ലൂർ മനക്കൽ തിരുമേനി പറഞ്ഞു, എടോ, എത്ര കാലമായി തന്നോട് ഞാൻ പറയണേ ഒരു വെളി കഴിക്കാനല്ലേ? താനെ പറഞ്ഞാൽ സമ്മതിക്കില്ല. തനിക്ക് ഒന്നും തൃപ്തിയാവില്ല. അല്ലെങ്കിൽ സൗന്ദര്യം, അല്ലെങ്കിൽ പണം. ഇപ്പോഴെങ്കിലും തനിക്ക് ഒരാൾ ഇഷ്ടപ്പെട്ടല്ലോ, മതി, എനിക്ക് സന്തോഷമായി. എൻ്റെ ചങ്ങാതി വെളി കഴിച്ച് കാണാമല്ലോ, അത് സന്തോഷമായി കേട്ടോ, പോയിക്കോളൂ എന്ന് പറഞ്ഞു. സന്തോഷമായി, എന്നാൽ ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് 4 അടി നടന്നില്ല. കല്ലൂർ മനക്കൽ തിരുമേനി വിളിച്ചു, ഭട്ടതിരി, എവിടെ വെച്ച് ആ കുട്ടിയെ കണ്ടു എന്നാ പറഞ്ഞേ? ഇവിടുന്ന് ഒരു 6 നാഴിക അപ്പുറേ പാലകൾ പൂത്ത് നിൽക്കണില്ലേ, അതിൻ്റെ ചോട്ടിൽ വെച്ച്. കല്ലൂർ മനക്കൽ തിരുമേനിയുടെ മുഖത്ത് സംശയം. മുപ്പട്ട വെള്ളിയാഴ്ച രാത്രി സമയത്ത് ഒരു മനുഷ്യ സ്ത്രീയോ അങ്ങനെ വരാൻ വരില്ലല്ലോ. തിരുമേനി നിൽക്കുക, പോകാൻ വരട്ടെ. ഉറപ്പുണ്ടോ? അത് ഉറപ്പുണ്ടോ? ഇന്ദുമതി വാരസ്യാരാണെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. ഞങ്ങൾ കുട്ടിക്കാരന്മാർ ഒരുമിച്ച് ജീവിച്ചതാ. ആട്ടെ, ഒരു കാര്യം ചെയ്യാം, താനിപ്പോൾ പോകണ്ട, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഏതായാലും താൻ വേളി കഴിക്കാൻ പോണ പെൺകുട്ടിയെ ഞാനൊന്ന് നോക്കിക്കളയാം, ഞാൻ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഭട്ടതിരി അവിടെ ഇരുത്തിയിട്ട് കല്ലൂർ മനക്കലെ തിരുമേനി നേരെ പോയി ആ ഉമ്മറത്തെ ആ പടിപ്പുര വാതിൽ അങ്ങോട്ട് തുറന്നത് സുന്ദരിയായ ഇന്ദുമതി വാരസ്യാർക്ക് പകരം ആകാശം മുട്ട നിൽക്കുന്ന അതിഘോരയായ യക്ഷിയാണ് കണ്ടത്. കല്ലൂർ മനക്കലെ തിരുമേനിയെ കണ്ടതും യക്ഷി ചോദിച്ചു, എന്നെ മനസ്സിലായോ? എന്നെ മനസ്സിലായോ? പണ്ട് തമ്പുരാട്ടിയെ ബാധിച്ച യക്ഷിയാണ് ഞാൻ. അന്ന് അവിടുന്ന് ഒരു സത്യം ചെയ്തിട്ടുണ്ട്, തമ്പുരാട്ടിയിൽ നിന്ന് മാറി ഒഴിഞ്ഞു മാറി വേറെ ആരെ ബാധിച്ചാലും അവിടെ വന്ന് അങ്ങ് ഒരിക്കലും മാറ്റില്ല എന്ന് വാക്ക് തന്നിട്ടുണ്ട്, ഒഴിപ്പിക്കില്ലെന്ന് വാക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ചങ്ങാതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുത്. അത് സത്യലംഘനമാകും. ഇല്ല, ഞാൻ ഒഴിപ്പിക്കാനൊന്നും ശ്രമിക്കണില്ല, സത്യലംഘനം ചെയ്യില്ല. വാതിലടച്ചു, തിരിച്ചു വന്നു. ഇവിടെ ഭട്ടതിരി കാലും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. കല്ലൂർ മനക്കൽ തിരുമേനിയോട് ചോദിച്ചു, കണ്ടോ ഞാൻ വേളി കഴിക്കാൻ പോണ പെൺകുട്ടിയെ കണ്ടോ? യാതൊന്നും പറയുന്നില്ല. വിയർത്ത് കുളിച്ച് കല്ലൂർ മനക്കൽ തിരുമേനി ഭീതിയോടെ മുഖത്തോടെ അവിടെ വന്നങ്ങോട്ടിരുന്നു. പറയൂടോ, എൻ്റെ വേളി എങ്ങനെ ഇരിക്കണു? ഭട്ടതിരി, ഞാനൊരു കാര്യം പറയാട്ടോ, വിഷമം തോന്നരുത്. അത് ഇന്ദുമതി വാരസ്യാരല്ല. 15 വയസ്സായി എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇന്നും ഒരാളെ കണ്ടാൽ എനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് കേട്ടോ, അത് ഇന്ദുമതി വാരസ്യാർ തന്നെയാണ്. അല്ലടോ, ഞാനാ പറയണേ, അത് ഇന്ദുമതി വാരസ്യാരല്ല. പിന്നെ ആരാ അറിയണോ?
തനിക്കറിയണോ? ആരാണെന്നറിയണോ? എന്നെ തൊട്ടുകൊണ്ട് പടിക്കിലേക്ക് നോക്കുക. കല്ലൂർ മനക്കൽ തിരുമേനിയുടെ ഭാവവ്യത്യാസം കണ്ടപ്പോൾ ഭട്ടതിരിക്ക് തോന്നി എന്തോ കാര്യമുണ്ട്. മഹാമാന്ത്രികനായ അദ്ദേഹം പറയണതിൽ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ഭട്ടതിരി വിറയ്ക്കുന്ന കാലോടെ തുടിക്കുന്ന ഹൃദയത്തോടെ സാവധാനം എഴുന്നേറ്റ് നടന്ന് വന്ന് കല്ലൂർ മനക്കലെ തിരുമേനി സ്പർശിച്ചുകൊണ്ട് പടിക്കിലേക്ക് നോക്കിയതും സുന്ദരിയായ ഇന്ദുമതി വാരസ്യാർക്ക് പകരം ആകാശം മുന്നിൽ നിന്ന് അട്ടഹസിക്കുന്ന യുക്തിയാണ് കണ്ടത്. ആ ഘോരരൂപം കണ്ടതും ഭട്ടതിരി ബോധശൂന്യനായി നിലത്ത് വീണു, ബോധം കിട്ടി നിലത്ത് വീണു. പണ്ട് കല്ലൂർ മനക്കൽ തിരുമേനി കുറെ വെള്ളം കൊണ്ടൊന്ന് മുഖത്ത് തളിച്ചു. വെള്ളം മുഖത്ത് തളിച്ചതും ബോധം തളിച്ച് തിരുമേനി ഒരു കുട്ടിയെപ്പോലെ കരഞ്ഞുകൊണ്ട് കല്ലൂർ മനക്കൽ തിരുമേനിയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, രക്ഷിക്കണം, അങ്ങക്ക് മാത്രമേ സാധിക്കുള്ളൂ. രക്ഷിതൻ ഭക്ഷണമായി തീരുന്നുണ്ടേ, രക്ഷിക്കണം ഭവാൻ പിടയുന്നു മന്മനം, രക്ഷിതൻ ഭക്ഷണമായി തീരുന്നുണ്ടേ. തെറ്റു ഞാൻ ചെയ്തു പോയെങ്കിലും മൽപ്രാണരക്ഷയ്ക്കായി കേഴുന്നു ഞാൻ, കൈവിടല്ലേ. മാത്രമേ എന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ. എങ്ങനെയെങ്കിലും ഘോരമായ യക്ഷിയിൽ നിന്ന് രക്ഷിക്കണം. സാധ്യല്ലടോ ഭട്ടതിരി. മുമ്പ് ഞാൻ സത്യം ചെയ്ത് കൊടുത്തുപോയി. സത്യം ചെയ്ത് കൊടുത്തത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവളെ ഒരു തരത്തിലും ഒഴിപ്പിക്കാൻ സാധിക്കില്ല. താൻ ഇത്രയും കരഞ്ഞു പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഉച്ചാരണ മന്ത്രം ജപിച്ചൊരു 7 കല്ലങ്ങോട്ട് കൈ തരാം. ഈ കല്ല് കയ്യിൽ പിടിക്കുക. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കരുത്. അവൾ പുറകെ വരും, പല രൂപത്തിലും പല ഭാവത്തിലും. അങ്ങ് ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. ഏറ്റവും വേഗത്തിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെത്തുക. എന്നിട്ട് ആ ദേവിയുടെ ആ മതിൽക്കകത്ത് കയറി അമ്മയെ ഒന്നൊന്ന് വിളിച്ചാൽ തീർച്ചയായും ആ ക്ഷേത്ര മതിൽക്കകത്ത് ഈ യക്ഷി കയറിയില്ല. അതുകൊണ്ട് ഏറ്റവും വേഗം അങ്ങ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ എത്തിയാൽ തീർച്ചയായിട്ടും അങ്ങനെ ജീവൻ രക്ഷിക്കും. അതുകൊണ്ട് അമ്പലമുറ്റത്തു ചെന്നെത്തിയാൽ പിന്നെ അമ്മയുണ്ടാശ്രയമായി, അമ്പലമുറ്റത്തു ചെന്നെത്തിയാൽ പിന്നെ അമ്മയുണ്ടാശ്രയമായി. ആ തിരുസന്നിധി അണയുവാനായെങ്കിൽ നീ എന്നുമെന്നും ധന്യനായി. ആ തിരുസന്നിധി അണയുവാനായെങ്കിൽ നീ എന്നുമെന്നും ധന്യനായി. അമ്പലമുറ്റത്തു ചെന്നെത്തിയാൽ പിന്നെ അമ്മയുണ്ടാശ്രയമായി. കല്ലൂർ മനക്കൽ തിരുമേനിനകത്ത് പോയി ഉച്ചാരണ മന്ത്രം ജപിച്ച് 7 കല്ലുകൾ കൊടുക്കുമ്പോൾ പറഞ്ഞു, ദാ ഈ കല്ലങ്ങോട് വാങ്ങിക്കുക. യോഗം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ കാണാം കേട്ടോ. യോഗമുണ്ടെങ്കിൽ അറിയാതെ കല്ലൂർ മനക്കൽ തിരുമേനിയുടെ മിഴികൾ അങ്ങോട്ട് നിറഞ്ഞു, ഭട്ടതിരി നിറഞ്ഞു. ഭയഭക്തി ബഹുമാനത്തോടെ ആ കല്ലുകൾ വാങ്ങി അതുകൊണ്ട് ആ ഇല്ലത്തിന് പുറത്തങ്ങോട്ട് ഇറങ്ങി നടക്കാൻ തുടങ്ങി. പുറകെ ഇന്ദുമതി വാരസ്യാർ, തിരുമേനി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് എന്താ അവിടെ ചെയ്തുകൊണ്ടിരുന്നേ? ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയല്ലേ. ഒരു പെൺകുട്ടി രാത്രി തനിയെ നിർത്താന്ന് പറഞ്ഞാൽ ഭട്ടതിരി ശ്രദ്ധിക്കുന്നില്ല, പുറകോട്ടേക്ക് നോക്കുന്നില്ല, നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പുറകെ ഇന്ദുമതി, തിരുമേനി ഞാൻ പറയണ കേൾക്കില്ലേ? പോയാളല്ലോ തിരിച്ചു വന്നപ്പോൾ എന്തോ ഒരു ഭാവമാറ്റം. നിൽക്ക്, എൻ്റെ കാലിൽ മുള്ളുകൊണ്ടുണ്ട്, എനിക്ക് വേഗത്തിൽ നടക്കാൻ പറ്റില്ല, നിൽക്കൂ. ഭട്ടതിരി ഓടുകയാണ്. ഉടനെ കുറെ കഴിഞ്ഞപ്പോൾ ഇന്ദുമതി ചോദിച്ചു, തിരുമേനി നിൽക്ക്, നിന്നോട് നിൽക്കാനല്ലേ പറഞ്ഞത്? നീ നിൽക്കില്ല അല്ലേ? പെട്ടെന്ന് ആ യക്ഷിയുടെ രൂപം സ്വീകരിച്ചുകൊണ്ട് ഈ യക്ഷി അതിവേഗത്തിൽ ഭട്ടതിരി അടുത്ത് വന്നപ്പോൾ ഉച്ചാരണ മന്ത്രം ജപിച്ചൊരു കല്ല് പുറകോട്ടേക്ക് ഇട്ടു. അതിൻ്റെ ശക്തിയാൽ 1000 യോജന ദൂരത്തേക്ക് ആ യക്ഷി തെറിച്ചുപോയി. വീണ്ടും ഭട്ടതിരി ഓടുകയാണ്. ഓടുന്ന സമയത്ത് ആ അമ്മയുടെ നാമം ചുണ്ടിലും അമ്മയുടെ രൂപം മനസ്സിലുമായിട്ട് ഭട്ടതിരി ഓടുകയാണ്. അംബികേ ജഗദംബികേ മുനിവൃന്ദമാനസ പൂജിതേ, അംബികേ ജഗദംബികേ
മുനിവൃന്ദമാനസ പൂജിതേ ചിന്തയാമി സദാ സുമോപമ പാദ പങ്കജ പന്ദരേ സർവമംഗളകാരിണി സത്യസങ്കൽപ്പരൂപിണി കൃപയാ പാലയ കൃപയാ പാലയ കൃപയാ പാലയ. ഒന്നാമത്തെ കല്ല് തുറന്നു, രണ്ടാമത്തെ കല്ല് തുറന്നു. ഓരോ കല്ലെറിയുന്നതും യക്ഷി ദൂരത്തേക്ക് തെറിക്കും, വീണ്ടും ശക്തിയാർജിച്ചു വരും. അങ്ങനെ ആറാമത്തെ കല്ലും തുറന്നു. ദൂരേതാ ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ ഗോപുരം കണ്ടു, ഓടുകയാണ്. അങ്ങനെ ഗോപുരത്തിന്റെ അടുത്തെത്തി. ഏഴാമത്തെ കല്ലും തീർന്നു. ഭട്ടതിരി ആ ഗോപുരത്തിനകത്തേക്ക് തന്റെ വലതുകാലെടുത്തുവെച്ചതും പുറത്തുണ്ടായിരുന്ന ഇടതുകാലില് ആ യക്ഷികൾ കടന്നു പിടിച്ച് അങ്ങോട്ട് വലിക്കാൻ തുടങ്ങി. പുറകോട്ടേക്ക് യക്ഷിയുടെ ശക്തി കൊണ്ട് ഭട്ടതിരി ഇങ്ങനെ പുറകോട്ടേക്ക് വരികയാണ്. ഇവിടെ കിടന്നുകൊണ്ട് തന്റെ മരണം സുനിശ്ചിതമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഭട്ടതിരി വിളിച്ചു, അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, ദുർഗേ നാരായണ. ഭട്ടതിരി ഇപ്രകാരം ജപിച്ചതും അടഞ്ഞുകിടക്കുന്ന ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ നട ഗണഗണാരവത്തോടെ തുറന്നു. മുഴങ്ങി നട തുറന്നു. തൃക്കൈയിൽ ശൂലവുമായി ദേവി ഉണർന്നു. ഗണഗണാരവം മുഴങ്ങി നട തുറന്നു. തൃക്കൈയിൽ ശൂലവുമായി ദേവി ഉണർന്നു. തിരുമിഴിയ കോപാഗ്നി ജ്വാലയുയർന്നു. തിരുമിഴിയ കോപാഗ്നി ജ്വാലയുയർന്നു. നൊടിയിടയിൽ ജഗദംബ കുതിച്ചുയർന്നു. നൊടിയിടയിൽ ജഗദംബ കുതിച്ചുയർന്നു. ഭട്ടതിരി ഇപ്രകാരം അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് വിളിച്ചതും അടഞ്ഞുകിടന്ന ചോറ്റാനിക്കര ക്ഷേത്രത്തിന് തിരുനട ഗണഗണാരവത്തോടെ തുറന്നു. ആ ശ്രീകോവിലിൽ നിന്നും ദേവി തൃശൂലമായി പുറത്തേക്ക് ചാടി ഭട്ടതിരിയുടെ കാലിൽ പിടിച്ചു വലിക്കുന്ന യക്ഷിയെ ആഞ്ഞാഞ്ഞു കുത്തി അകലത്തേക്ക് വലിച്ചെറിഞ്ഞു. ഈ ഘോരമായ കാഴ്ച കണ്ട് ഭട്ടതിരി ബോധം കെട്ട് താഴെ വീണു. അല്പസമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞ തിരുമേനി നോക്കിയപ്പോൾ തൻ്റെ മുന്നിൽ സർവാലങ്കാരയുക്തയായി പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ ചോറ്റാനിക്കര അമ്മയാണ് കണ്ടത്. നോക്കിയപ്പോൾ യക്ഷിയും കാണാനില്ല, ആരെയും കാണാനില്ല. ഭട്ടതിരി മനസ്സിൽ വിചാരിച്ചു, ഈ കലിയുഗത്തിൽ ഞാൻ അമ്മേ എന്നൊന്ന് വിളിച്ചപ്പോൾ അമ്മ നേരിൽ വന്ന് ആ യക്ഷി വധിച്ച് എൻ്റെ ജീവൻ ദാനം ചെയ്ത അമ്മയാണമ്മേ, അമ്മയാണ് കലിയുഗ വരദ, അമ്മയാണ് കാരുണ്യരൂപിണി എന്ന് പറഞ്ഞ് ആ ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി. അമ്മേ നാരായണ, ദേവി നാരായണ, അമ്മേ നാരായണ. ചോറ്റാനിക്കര രാജരാജേശ്വരി ഞങ്ങൾക്ക് അനുഗ്രഹം നൽകൂ. ചോറ്റാനിക്കര രാജരാജേശ്വരി ഞങ്ങൾക്ക് അനുഗ്രഹം നൽകൂ. ആനന്ദകാരിണി അന്നപൂർണേശ്വരി നീ തന്നെ അഭയം തായേ, നീ തന്നെ അഭയം തായേ. അമ്മേ നാരായണ, ദേവി നാരായണ, അമ്മേ നാരായണ, അമ്മേ നാരായണ, അമ്മേ നാരായണ. അങ്ങനെ ആശ്രിതവത്സലയായ ഭക്തജനപ്രിയായ ആ ചോറ്റാനിക്കരമ്മ ഈ കഥാശ്രവണത്താൽ ഭക്തരായ നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ കഥാപ്രസംഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം ശ്രവിച്ച് ഈ പരിപാടി ഇവിടെ വിജയിപ്പിച്ച എല്ലാവർക്കും എൻ്റെ അനേകമായിരം നമസ്കാരം.